ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രത്യേകതയുള്ളൊരു ഹെൽത്ത് വിഷയമാണിന്ന്. സാർ നമ്മളോട് ചോദിക്കുന്നത് കുടവയർ ഉണ്ടോ എന്നാണ്. കുടവയർ ഉണ്ടെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് അർത്ഥമെന്ന് തോന്നുന്നു, അല്ലേ? അങ്ങനെയല്ലേ എല്ലാ ഹെൽത്ത് ക്ലാസ്സുകളും. ചില പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതിന് അസോസിയേറ്റഡ് ആയിട്ട് ചില ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ചില ഒരു ഡിസോർഡേഴ്സൊക്കെ നമുക്കുണ്ടാകാം. അപ്പോൾ മെറ്റാബോളിസവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് കുടവയർ എന്ന് പറയുന്ന ഒരു സിഗ്നലിലൂടെ അല്ലെങ്കിൽ ഒരു സിമ്പലിലൂടെ അത് കൃത്യമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം സൽസാറിനെയും. സൽസാർ, യു ആർ വെൽക്കം. താങ്ക് യു ഷാബു സർ. ഗുഡ് ഈവനിങ് ഓൾ. ചോദ്യം കുടവയറുണ്ടോ? ഉണ്ടെങ്കിൽ എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിലേക്ക് നേരെ അങ്ങ് പോകുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നത് ദഹിച്ച് നമ്മുടെ ശരീരത്തോട് ചേരുന്നു. അപ്പൊ ഓൾറെഡി ഉള്ള ശരീരവും ഇത്രയൊക്കെ ചേർന്നിട്ടും നമ്മുടെ ശരീരം ഒരുപാട് അങ്ങ് വെയിറ്റ് കൂടിയോ അല്ലെങ്കിൽ ഒരുപാട് കാണാൻ വലുതായോ? മേ ബി ഒരു 20 വർഷം വരെ നമുക്കൊക്കെ ഹൈറ്റ് വരുന്നു എന്നൊക്കെ പറയാം. അതിനുശേഷം നമുക്ക് ആ ഒരു വെയിറ്റോ ഹൈറ്റോ ഒരുപാടങ്ങ് മാറാതെ വെയിറ്റ് കൂടുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഹൈറ്റ് അങ്ങനെ ഒരുപാട് മാറാതെ നിൽക്കുമ്പോൾ അത് ബോഡിയിലേക്ക് എങ്ങനെ ചേരുന്നു? നമ്മൾ ആ 20 വയസ്സിന് ശേഷം നമ്മൾ കഴിച്ച ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ നമ്മുടെ ശരീരത്തോട് ചേരുമ്പോൾ നടക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ആഗിരണം പോലെ തന്നെ കുറെ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കും പോകും. ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിനെയാണ് വേണമെങ്കിൽ മെറ്റബോളിസം എന്ന് പറയാൻ പറ്റുന്നത്. ഉപാപചയം. ഉപചയം അപചയം രണ്ടും കൂടിയിട്ടുള്ളതാണ് ഉപാപചയം. അപ്പൊ ഈ ഒരു കാര്യത്തിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നും അതിൻ്റെ ഒന്നിച്ച് തന്നെ ആ ഉപാപചയത്തിൽ തന്നെ മെറ്റബോളിക് സിൻഡ്രോം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇന്നത്തെ ഒരു സെഷൻ. ഓക്കെ, ഒരു മിനിറ്റ്. സ്ലൈഡ് കാണാലോ അല്ലേ? യെസ്, കാണാം. ഓക്കെ. സോ മെറ്റബോളിസത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. മെറ്റബോളിസത്തിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലത്തെ ഇൻഗ്രീഡിയൻസ്. അത് നമ്മുടെ ശരീരത്തോട് ചേരും. അതിനു വേണ്ടിയിട്ട് അത് ആദ്യം കാറ്റബോളിക് ആവും. മീൻസ് അതിന്റെ ഊർജം തരുന്ന പ്രക്രിയയിലേക്കും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ കണികളായി മാറുന്ന പ്രക്രിയയിലേക്കും പോകും. ആ തന്മാത്രകളൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, അമോണിയ അല്ലെങ്കിൽ അങ്ങനെ പലതും ആയിട്ട് മാറുന്നുണ്ടാവും. അതിൽ കുറേയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ളതാണ്, കുറെ എനർജി ആവാനുള്ളതാണ്, മറ്റു കുറെ നമ്മുടെ ശരീരത്തോട് ചേരാനുള്ളതാണ്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ അങ്ങനെ കാറ്റബോളിസത്തിലൂടെയും അതിനുശേഷം ഈ ആനബോളിക് പ്രോസസ്സിൽ അത് അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ് ഇതുപോലെ ഓൾറെഡി നമ്മുടെ ശരീരത്തിനകത്തുള്ള പല സാധനങ്ങളും ഇപ്പൊ പുതുതായിട്ട് വന്ന പല സാധനങ്ങളും കമ്പൈൻ ചെയ്തിട്ട് പ്രോട്ടീൻ, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ് ഇതുപോലെ തന്നെ വലിയ വലിയ തന്മാത്രകളായി വലിയ വലിയ ചെയിനുകളായി നമ്മുടെ ശരീരം ഇന്ന് കാണുന്ന ലെവലിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ പോലും പറയുന്നു നമ്മുടെ രക്തകോശങ്ങൾക്ക് ആയുസ് കുറവാണ്, സ്കിന്നിന് ആയുസ് കുറവാണ്, അത് എക്സ്പോളിയേറ്റ് ചെയ്യണം. സ്കിൻ ഡെഡ് ആയിട്ടുള്ള ബ്ലഡ് സെൽസ് നമ്മുടെ മൂത്രത്തിൽ കൂടിയോ മലത്തിൽ കൂടിയോ പുറത്തേക്ക് പോകാനുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഈ ഇപ്പോ ഉദാഹരണം വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന രക്തകോശങ്ങൾ എങ്ങനെയാണുള്ളത്? ചുവന്ന നിറത്തില്. പക്ഷെ നമ്മുടെ മൂത്രത്തിൽ കൂടിയോ മലത്തിൽ കൂടിയോ രക്തകോശങ്ങൾ മരിച്ചതിന് ശേഷം അഥവാ അതിന്റെ ജീവൻ അറ്റത്തിന് ശേഷം പുറത്തേക്ക് പോകുമ്പോൾ അത് ചുവന്നിട്ടാണോ ഉള്ളത്? അല്ല. കാരണം അതിനകത്തുനിന്ന് ഹീമോഗ്ലോബുലിൻ ആ പാർട്ട്, അയൺ പാർട്ടും ഗ്ലോബുലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പാർട്ടും തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ലിവർ എടുക്കുന്നുണ്ട്. പ്ലെയിനിലേക്ക് വന്നിട്ട് അത് അവിടെ എടുത്തു വെക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോസസ് ഒക്കെ ചേരുമ്പോഴാണ് മെറ്റബോളിസം വളരെ ശരിയായിട്ട് നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ എനർജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ADP അഡിനോസിൻ ഡൈഫോസ്ഫേറ്റും ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റും ഉണ്ടാവുന്ന ഒരു പ്രക്രിയയാണ്. അതിൽ നിന്നാണ് ഊർജം ഉണ്ടാവുന്നത് നമ്മുടെ കോശങ്ങൾക്കകത്തുള്ള കോൺട്രിയാണ്. അപ്പോ ഈ ചോദ്യം കുടവയറുണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു മെറ്റബോളിക് സിൻഡ്രോമിന്റെ ലക്ഷണമാവാം എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നത്.
അങ്ങനെ ഒരു മെറ്റബോളിക് സിൻഡ്രോം എന്താണ്, ഉപാപചയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിട്ട് ഇതിനെ കണക്കാക്കണോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. സോ സിൻഡ്രോം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു കൂട്ടം ലക്ഷണങ്ങൾ കാണപ്പെടുകയും ഒരവസ്ഥ ഉണ്ടാവുകയും അതിനെ ഒരു ബാക്ടീരിയ, വൈറസ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു രോഗത്തിന്റെ ഗണത്തിൽ പെടാത്തതും ആയിട്ടുള്ളവയാണ് സാധാരണ സിൻഡ്രോം എന്ന് പറയാം. അങ്ങനെയാണെങ്കിലും പലതരത്തിലുള്ള, ഇപ്പൊ എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു സിൻഡ്രോം ആണ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഇതിനൊരു വൈറസ് ഉണ്ട്, അങ്ങനെയാണെങ്കിലും അതൊരു കൂട്ടം ലക്ഷണങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് അതിനെ സിൻഡ്രോമിന്റെ ക്ലാസിഫിക്കേഷനിൽ മുമ്പ് പെടുത്തിയിരുന്നത്. പിന്നീട് അത് ഒരു രോഗമായിട്ട് കണക്കാക്കുമ്പോഴും അത് ആ ഒരു രോഗത്തിന്റെ പേരിൽ അറിയപ്പെടാൻ ഒരുപാട് കാലമെടുക്കും. ചിലപ്പോൾ അത് അങ്ങനെ അറിയപ്പെട്ടില്ല എന്നും വരാം. മെറ്റബോളിക് സിൻഡ്രത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു രോഗാണുവും ഇല്ല. നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം കാണപ്പെടുന്ന ചില ലക്ഷണങ്ങളുടെ അല്ലെങ്കിൽ ചില ഏറ്റക്കുറച്ചിലുകളുടെ ഒരു ആകത്തുകയായിട്ട് ഇതിനെ കണക്കാക്കണം. സോ എന്താണ് മെറ്റബോളിക് സിൻഡ്രോം? ഇതിന് പ്രധാനമായിട്ട് കാണപ്പെടുന്ന 5 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന്, നമുക്ക് ഓൾറെഡി ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഈ ബ്ലഡ് ഷുഗർ ലെവൽ 100-ന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് മെറ്റബോളിക് സിൻഡ്രോമിന്റെ ഒരു ലക്ഷണമാകാം. ഹൈപ്പർ ടെൻഷൻ, BP, ബ്ലഡ് പ്രഷർ 130-ന് മുകളിൽ എത്തുകയാണെങ്കിൽ 130 mmHg അങ്ങനെയാണല്ലോ BP-യുടെ മെഷർമെന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ അബ്ഡോമിനൽ ഒബിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ മധ്യപ്രദേശം എന്ന് പറയാം അല്ലെ. ഈ നമ്മുടെ മധ്യപ്രദേശം കുറച്ച് വലുതായിട്ട് അവിടെ വേസ്റ്റ് സൈസ് 40 ഇഞ്ചിന് മുകളിലോ അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ 35 ഇഞ്ചിന് മുകളിലോ ആണെങ്കിൽ അവിടെ അബ്ഡോമിനൽ ഒബിസിറ്റി അല്ലെങ്കിൽ സെൻട്രൽ ഒബിസിറ്റി എന്ന് പറയാം. 4-മത്തെ ലക്ഷണം എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡിന്റെ ലെവൽ വളരെ കൂടുക എന്നുള്ളതാണ്. 150-ന് മുകളിലാണെങ്കിൽ അതൊരു ലക്ഷണമാണ്. അതുപോലെ തന്നെ HDL ലെവൽ, നമ്മുടെ കൊളസ്ട്രോൾ ലെവലിൽ, ലിപ്പിഡ്സിൽ കൊളസ്ട്രോൾ ലെവലിൽ 2 എണ്ണം വരുന്നുണ്ട്, LDL-ഉം HDL-ഉം. ഈ HDL എന്ന് പറയുന്നത് പൊതുവെ നല്ല കൊളസ്ട്രോൾ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പൊ HDL-ന്റെ ലെവൽ കുറഞ്ഞിട്ട് 40-ന് താഴേക്ക് പോവുകയാണെങ്കിൽ അത് മെന്നിലാണ്, 50-ന് താഴേക്ക് പോവുകയാണെങ്കിൽ സ്ത്രീകളിലും, അവിടെയും ഇതൊരു ലക്ഷണമായിട്ട് കണക്കാക്കാം. സോ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഈ 5 എണ്ണത്തിൽ 3 എണ്ണമെങ്കിലും നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെന്ന് ഉറപ്പിക്കാം. സോ ഇതുകൊണ്ട് പ്രധാനപ്പെട്ട ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ പല ലക്ഷണങ്ങളും നമുക്കിവിടെ പറയാം. ബ്ലഡ് ഷുഗർ, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ഒബേസിറ്റി റിലേറ്റഡ്, ട്രൈഗ്ലിസറൈഡ് ലെവൽ, HDL. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഷുഗറും ലിപ്പിഡും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഫാറ്റും ഷുഗറും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ വന്നിരിക്കുന്നത്. സോ അത് രണ്ടിന്റെയും മെറ്റബോളിസം ആണ് ഇവിടെ പ്രശ്നം. സോ അങ്ങനെയുള്ള പ്രശ്നത്തിൽ പ്രധാനമായിട്ടുള്ള റിസ്ക് എന്തൊക്കെയാണ്? ഹേർട്ട് ഡിസീസ്. ഈ 5 എണ്ണം വേണമെന്നില്ല കേട്ടോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് പോലും വളരെ കൂടുതലായിട്ട് വാരി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഹേർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാം. ലിപ്പിഡ് പ്രോബ്ലംസ് ഉണ്ടാവാം. ലിപ്പിഡ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു, ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ അതിനകത്ത് കൊളസ്ട്രോൾ, ടോട്ടൽ കൊളസ്ട്രോൾ, അതുപോലെ തന്നെ HDL, LDL, VLDL, ട്രൈഗ്ലിസറൈഡ്, ഇതൊക്കെ കൂടിയതാണ് ലിപ്പിഡ് പ്രൊഫൈൽ. ഇതിനകത്തുള്ള ഏറ്റക്കുറച്ചിൽ കൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ഡയബറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രമേഹം, ടൈപ്പ് 2 പ്രമേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ തന്നെ ക്യാൻസർ പോലെയുള്ള ഇഷ്യൂസ്, PCOS പോലെയുള്ള ഇഷ്യൂസ്, ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനകത്ത് ഫാറ്റ് കണ്ടമാനം കൂടുന്നതിനാണ് പറയുന്നത്. അതുകൊണ്ട് അതിന് വേണ്ട രീതിയിൽ പണിയെടുക്കാൻ പറ്റുന്നില്ല. എവിടെയും എന്തെങ്കിലും ഒന്ന് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ വേണ്ട രീതിയിൽ പണിയെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡിമെൻഷ്യ പോലെയുള്ള പ്രശ്നങ്ങൾ, ഡിമെൻഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മക്കുറവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഈ ഇഷ്യൂസ് ഒക്കെ ഇതിന്റെ അസോസിയേറ്റഡ് റിസ്ക് ഫാക്ടേഴ്സ് ആണ്. സോ എനിക്ക് ഇങ്ങനെ ഒരു മെറ്റബോളിക് സിൻഡ്രോം വരാൻ സാധ്യതയുണ്ടോ? മെറ്റബോളിക് സിൻഡ്രോമിന്റെ മറ്റൊരു പേര് സിൻഡ്രോം എക്സ് എന്ന് കൂടിയാണ്. സോ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്ന് അറിയാൻ ഏറ്റവും എളുപ്പം നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വയറിന്റെ ഏരിയയാണ്. ഇത് കുടവയറാണോ അല്ലെങ്കിൽ അടുത്തിടെ ആയിട്ട് വയറ് ചാടുന്ന ബുദ്ധിമുട്ട് വളരെ കൂടുതലായിട്ട് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും സിൻഡ്രോം എക്സിലേക്കുള്ള ഒരു വഴിയാണ് അത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷണമായിട്ട് അതിനെ എടുക്കണം. ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇത് പൊതുവെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു തുടങ്ങി കഴിഞ്ഞാൽ
ഒന്ന്, നമുക്ക് ക്ഷീണം വളരെ കൂടുതലായിട്ടുണ്ടാവും. ഒരുപക്ഷെ പ്രമേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇഷ്യൂസും അവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ സെൻട്രൽ ഒബിസിറ്റിയും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസും കൂടാതെ പ്രായം, അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതി സെഡൻഡറി ആണോ, കൂടുതലും ഇരുന്നിട്ടുള്ള പണിയാണോ, അതുപോലെ ഉറക്കം ശരിയായിട്ട് കിട്ടുന്നില്ല, ഫാമിലി ഹിസ്റ്ററി ഓൾറെഡി ഉണ്ട്, അതുപോലെ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുക, NAFLD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അങ്ങനെ ഒരു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ PCOS പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഓൾറെഡി സിൻഡ്രോം എക്സ് അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം ഇല്ലെങ്കിൽ ഇനി അത് വരാൻ, അല്ലെങ്കിൽ ഈ 5 എണ്ണത്തിലും വേരിയേഷൻ വരാനുള്ള സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി കാണേണ്ടിയിരിക്കുന്നു. സോ എന്താണ് ഇതിന്റെ സിംറ്റം? നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോന്ന് എങ്ങനെ അറിയാം? നമ്പർ 1, ആപ്പിൾ ഷേപ്പ് ആയിരിക്കാം പൊതുവെ, അല്ലെങ്കിൽ ആപ്പിൾ ഷേപ്പിലേക്ക് കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ആപ്പിൾ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അബ്ഡോമൻ ഭാഗത്ത് വളരെ വലിയ വണ്ണം വരെ, അതുപോലെ തന്നെ താഴേക്ക് നോക്കുമ്പോൾ ഈവൻ നമ്മുടെ ചില ആൾക്കാരുടെ തൈസ് പോലും, തൊട പോലും വളരെ വലുതായിട്ട് കാണാം. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഇതിനകത്ത് കാണാം. പിയർ ഷേപ്പ് എന്ന് പറയുന്നത് താഴെ ഭാഗത്താണ് കൂടുതലായിട്ട് ഉണ്ടാവുക, പക്ഷെ ആപ്പിൾ ഷേപ്പിൽ ഈവൻ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗമൊക്കെ വലിപ്പം ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. രണ്ടാമത്തെ ഒരു വയറിന്റെ ഭാഗം മാത്രമാണോ? വയറിന്റെ ഭാഗം മാത്രം ആപ്പിൾ ഷേപ്പ്? വയറിന്റെ ഭാഗമാണ് കൂടുതൽ ഉണ്ടാവുക. അങ്ങനെ വരുമ്പോഴും നമുക്ക് വയറ് മാത്രമായിട്ടല്ല ഉണ്ടാവുക, വയറിന്റെ ഫ്രണ്ട് ഭാഗം, സൈഡ് ഭാഗം ഒക്കെ വലുതാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തൊടയുടെ ഭാഗവും അതുപോലെ തന്നെ ചെസ്റ്റിന്റെ ഭാഗവും കുറച്ചുകൂടി വലിപ്പം വരും. അതുകൊണ്ടാണ് അങ്ങനെ ആപ്പിൾ ഷേപ്പ് എന്ന് പറയാൻ കാരണം അതാ. പക്ഷെ പിയർ ഷേപ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിന്റെ ഭാഗത്തേക്ക് കൂടുതലായിട്ട് വലിപ്പം വരില്ല. നമ്മുടെ അബ്ഡോമൻ മുതൽ വേസ്റ്റ് മുതൽ താഴേക്കാണ് കൂടുതൽ സൈസ് വരിക. അപ്പൊ ഇതിന് ഈ സിൻഡ്രോം എക്സ് ഉണ്ടെങ്കിൽ പൊതുവെ ആപ്പിൾ ഷേപ്പ് ആയിരിക്കും കൂടുതൽ. അതുപോലെ ഡയബറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ ലക്ഷണങ്ങളും വരാം. ഡയബറ്റീസ് വരുമ്പോൾ പൊതുവെ ഒത്തിരി ലക്ഷണങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും എനർജി ഇല്ല എന്നുള്ളൊരു ഫാറ്റിക്നെസ് അല്ലെങ്കിൽ ലോസ് ഓഫ് എനർജി ശരിക്ക് അവിടെ നമുക്ക് അറിയുന്നുണ്ടാവും. ദാഹം കൂടുതലുണ്ടാവും, വെയിറ്റ് ലോസ് അനുഭവപ്പെടാം, അതുപോലെ തന്നെ വിഷനിൽ പ്രശ്നം ഉണ്ടാവാം, നംബ്നെസ് ഉണ്ടാവാം, യൂറിനേഷൻ ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരും, അതുപോലെ തന്നെ ബെഡ് വെറ്റിംഗ് പോലും ഉണ്ടാവാം. ഇങ്ങനെയുള്ള പല ഇഷ്യൂസും ഈവൻ ഡയബറ്റീസിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്തരം ഇഷ്യൂസും ഒരുപക്ഷെ ഈ ഒരു മെറ്റബോളിക് സിൻഡ്രോമിന്റെ സിംറ്റം ആയിട്ട് നമുക്ക് അറിയാം. സോ എന്താണ് ഇതിന്റെ കാരണം? കാരണം ഒന്ന്, വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ നമ്മുടെ വയറിന്റെ ഭാഗത്ത് പല അവയവങ്ങളുണ്ട്, ഈ അവയവങ്ങളൊക്കെ ചുറ്റിയിട്ട് ഒത്തിരി ഫാറ്റ് ഡെപ്പോസിറ്റ് വരിക. രണ്ടാമത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനകത്ത് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ടാവും, ബ്ലഡില് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഈ ഗ്ലൂക്കോസിനെ കോശങ്ങൾക്കകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കോശങ്ങൾ പറയാണ് വേണ്ട, എനിക്കിപ്പോ ഇത് മതിയെന്ന്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഇതിനെ പറയാം. നമ്മുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും പാല് വാങ്ങിക്കാറുണ്ട്. ഈ പാല് വാങ്ങിക്കുന്ന ഏതാണ്ട് 1 ലിറ്റർ എല്ലാ ദിവസവും വരും. കഴിഞ്ഞ 1 മാസമായിട്ട് എനിക്ക് പാലിന്റെ ആവശ്യം കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് പാല് വേണ്ട, പാല് വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ പാൽക്കാരൻ പറയാണ് അത് പറ്റില്ല, നിങ്ങൾ ഇന്നലെ വരെ വാങ്ങിച്ചുകൊണ്ടിരുന്നതല്ലേ, ഇനിയും നിങ്ങൾ വാങ്ങിച്ചേ പറ്റൂ, നിങ്ങൾ അത് സ്റ്റോർ ചെയ്ത് വെച്ചോ. ഓക്കെ, ഞാൻ തൽക്കാലത്തേക്ക് എഗ്രി ചെയ്തു. അടുത്ത 1 മാസത്തേക്ക് ഞാൻ പാല് വാങ്ങിച്ചിട്ട് എന്റെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങി. ഫ്രീസറിൽ വെച്ചു, ഫ്രീസറിനകത്ത് നിറഞ്ഞു. ഇനിയിപ്പോ പാല് വെക്കാൻ ഫ്രീസറിനകത്ത് സ്ഥലമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ പാൽ ഞാൻ ഒരുപക്ഷെ പാൽ പാടെ എടുത്തിട്ട് നെയ്യാക്കുകയോ അല്ലെങ്കിൽ പനീർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും അല്ലെ. വേണമെങ്കിൽ എനിക്കൊരു ഫ്രീസർ കൂടി എക്സ്ട്രാ വാങ്ങിച്ചു വയ്ക്കാം. ഇത്രയാണ് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെയും അടുത്ത മാസവും അതിനടുത്ത മാസവും ഞാൻ കൂടുതൽ പാല് വാങ്ങേണ്ട ഒരു അവസ്ഥ എത്തുകയാണ്. ഞാൻ പാൽക്കാരനോട് പറഞ്ഞു ഇനി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ തുറക്കില്ല, വാതിൽ തുറക്കില്ല. വാതിൽ കൊട്ടിയടച്ചു. പക്ഷെ അയാള് ആ വാതിലിന് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് പാൽ വീടിനകത്തേക്ക് തള്ളുകയാണ്. എത്ര കാലം ഇങ്ങനെ എനിക്ക് പാല് സൂക്ഷിക്കാൻ പറ്റും? ഒരു ലിമിറ്റ് ഉണ്ട്. അതിനുശേഷം പിന്നീട് അവിടെ കിടന്ന് റോട്ടൻ സ്മെല്ല് വരും, ഫൗൾ സ്മെല്ല് വരും, അതുപോലെ തന്നെ അത് സ്പോയിലാവും. ഇതേ അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്നത്. ഓൾറെഡി വേണ്ടതിലധികം ഷുഗർ ഉണ്ട്,
ഈ ഷുഗറിന് ശേഷവും നമ്മൾ പിന്നെയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭക്ഷണം കോശങ്ങളോട് പറയാണ് നിങ്ങൾ ഇത് എടുത്തോളൂന്ന്. കോശങ്ങൾ പറയാ എനിക്കിത് മതി. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് അവിടെ തുടങ്ങുന്നത്. ഇൻസുലിൻ ആണ് ഗ്ലൂക്കോസിനെ കൊണ്ട് ഓരോ കോശങ്ങൾക്കടുത്തും എത്തിയിട്ട് പറയുന്നത് ഓക്കെ നിങ്ങൾ ഇത് എടുത്തോളൂ എന്ന്. അപ്പോൾ ഇൻസുലിനെ കോശങ്ങൾ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് ശേഷം ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ കൂടുതൽ ശരീരം ഇൻസുലിൻ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയും, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുന്നു. നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിക് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹോർമോൺസ് അവൈലബിൾ ആണ്. അതിൽ ഒന്ന് ഇൻസുലിൻ ആണ്, കോർട്ടിസോൾ അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസ് പലതും ഉണ്ട്, അവയൊക്കെ വരുന്നുണ്ട്. തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺ T3 T4 ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ഗ്രലിൻ, ലെപ്റ്റിൻ തുടങ്ങിയ ഹോർമോൺ, നമ്മുടെ വിശപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോണുകൾ. വിശപ്പിന്റെ ഒക്കെ സെഷൻസ് നേരത്തെ എടുത്തിട്ടുള്ളത് കൊണ്ട് അതിന്റെ ഡീറ്റെയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. തൈറോയിഡിന്റെ സെഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്, സ്ട്രെസ്സിന്റെ സെഷൻ എടുത്തിട്ടുണ്ട്, ഗ്രലിൻ, ലെപ്റ്റിൻ വിശപ്പുമായിട്ട് സയൻസ് ഓഫ് ഹങ്കർ എടുത്തിട്ടുണ്ട്, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ ഇതുപോലെയുള്ള ഹോർമോണുകൾ, അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റെറോൺ, ഇതൊക്കെ സെക്സ് ഹോർമോണാണ് ഈ അവസാനം പറഞ്ഞ. അപ്പൊ ഇത്തരം ഹോർമോണുകളൊക്കെ നമ്മുടെ മെറ്റബോളിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ശരീരത്തിനകത്ത് ഹോർമോണൽ ആക്ഷൻസ് ഓൾറെഡി ഉണ്ട്. സോ ഇനിയൊരു ചോദ്യം ഇതാണ്, മെറ്റബോളിക് ആരോഗ്യത്തിന് ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ ഒരു ഹോർമോൺ. ഇതിനകത്ത് ഞാൻ എൻ്റെ ഒരു വെൽനസ് ഗ്രൂപ്പ്, V4 വെൽനസ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനൊരു പോൾ ഇട്ട സമയത്ത് പല ആൾക്കാരും പറഞ്ഞത് കോർട്ടിസോൾ 2 പേര് അതിന് മാർക്ക് ചെയ്തു, ഗ്രലിൻ എന്ന് പറയുന്ന ആരും മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു, T3 തൈറോയിഡ് ഹോർമോണിന് 12 പേര് മാർക്ക് ചെയ്തത് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ കൊണ്ടാണ് മെറ്റബോളിക് ആരോഗ്യം ഡിസ്റ്റർബ് ആവുന്നത് എന്നാണ്. ഇൻസുലിനെ മാർക്ക് ചെയ്തതും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, 2 പേരേ ഉള്ളൂ. സോ നിങ്ങളോടുള്ള ചോദ്യം എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കോർട്ടിസോളും സ്ട്രെസ് ഹോർമോണും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ടൈപ്പ് ചെയ്യാം. ABCD ഉണ്ട്. A എന്ന് പറയുന്നത് കോർട്ടിസോളും സ്ട്രെസ് ഹോർമോൺസും ആണ്, B എന്ന് പറയുന്നത് ഗ്രലിൻ, ലെപ്റ്റിൻ ആണ്, C തൈറോയിഡ് ഹോർമോൺസ് ആൻഡ് D ഇൻസുലിൻ. ഇതിൽ ഏതാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ മെറ്റബോളിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ഹോർമോണൽ ആക്ഷൻസ് ഉള്ളത്? ഒരു മിനിറ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് ചെയ്യാം. ചാറ്റ് ബോക്സിൽ ABCD ഇടുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഓക്കെ, ശരി. അപ്പോ കുറച്ചു പേർക്കെങ്കിലും ഇതുവരെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എനിവേ, ഇതാണ് ശരിയായ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് റൂട്ട് കോസ് അല്ലെങ്കിൽ ഇതിന്റെ മൂലകാരണം എന്താണ്, അത് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചോദ്യം ചോദിച്ചത്. സോ ബ്ലഡ് ഗ്ലൂക്കോസും തൈറോയ്ഡ് ഹോർമോണും തമ്മിലുള്ള ബന്ധം എന്താണ്? തൈറോയ്ഡ് ഹോർമോൺസും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻഫന്റ്, ഒരു ചെറിയ കുഞ്ഞ് ജനിക്കുന്ന സമയം മുതൽ അതിന്റെ ബീറ്റാ സെൽസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിന്റെ ഇൻസുലിൻ സെക്രീഷന് വേണ്ടിയിട്ടും ഗ്ലൂക്കോൺ സെക്രീഷന് വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് T3. ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്, ശരീരത്തിൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് T3. അതുപോലെ തന്നെ ലിവറിന് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര ഗ്ലൂക്കോസ് ബ്ലഡിൽ അവൈലബിൾ അല്ലാത്ത സമയത്ത് ലിവറിനോട് പറയും കുറച്ച് ഗ്ലൈക്കോജൻ കൺവേർട്ട് ചെയ്തിട്ട് ഷുഗർ ആക്കൂ, അപ്പോൾ ബ്ലഡിൽ അത് ബാലൻസ് ചെയ്യും. അതുപോലെ തന്നെ പ്രോട്ടീൻ ഓൾറെഡി നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോട്ടീനിൽ നിന്ന് തിരിച്ച് ഗ്ലൂക്കോസ് എടുത്തിട്ട് അങ്ങനെ ഒരു മെറ്റബോളിക് പ്രോസസ് ഉണ്ട്. അതിലും ഹെൽപ്പ് ചെയ്യുന്നത് T3 എന്ന് പറയുന്ന ഹോർമോണാണ്. ലിവറാണ് അതും ചെയ്യുന്നത്. GLUT2 എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടർ മുഖേന ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു തൈറോയ്ഡ് ഹോർമോണാണ്. അതുപോലെ തന്നെ ലിപ്പിഡ്സിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അത് ലിപ്പിഡ്സിനെ നമുക്ക് കീറ്റോൺ വഴിയും എനർജി കിട്ടുന്നത് ഒന്നുകിൽ നമുക്ക് ഗ്ലൂക്കോസിൽ നിന്ന് കിട്ടും, അതല്ലെങ്കിൽ കീറ്റോൺ വഴി കിട്ടും. അപ്പൊ കീറ്റോൺ വഴിയുള്ള ആ ഒരു ലിപ്പിഡ് ആക്ഷന് വേണ്ടിയിട്ടും എനർജി യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഗ്ലൂക്കോൺ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്
T3 ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട തൈറോയിഡ് ഗ്ലൂക്കോസ് റിലേഷൻഷിപ്പ്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇൻസുലിനും തൈറോയ്ഡ് ഹോർമോണും തമ്മിൽ ബന്ധമുണ്ടോന്ന്. എഗൈൻ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഞാൻ ഇപ്പൊ പറഞ്ഞു, ഇൻസുലിൻ സെൻസിറ്റിവിറ്റിക്ക് വളരെ കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. സോ ഇവിടെ ബ്ലഡ് ഷുഗർ എത്രമാത്രം ഉണ്ട്, ആ ബ്ലഡ് ഷുഗറിന് അനുസരിച്ചിട്ട് സ്ട്രെസ് ഹോർമോൺസിന്റെ റിലീസും സ്ട്രെസ് ഹോർമോൺസ് തൈറോയ്ഡ് ഹോർമോൺസിന്റെ റിലീസും ബന്ധപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. കൂടുതൽ ഷുഗർ ഉണ്ടെങ്കിലും ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് സ്ട്രെസ് കൂടും. ഈ സ്ട്രെസ് TSHന്റെ ലെവലിനെ കൺട്രോൾ ചെയ്യും. സോ TSH എന്ന് പറയുന്നത് തൈറോയിഡ് ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. സോ അവിടെ തൈറോയിഡ് ഹോർമോണിന്റെ സെക്രീഷനെ എഫക്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ, ഒരു മാറ്റർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻസുലിനെ എടുക്കാം. സോ ബ്ലഡ് ഷുഗർ എഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് ബ്ലഡ് ഷുഗർ കൂടുന്നതോ കുറയുന്നതോ ഇൻസുലിനായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഓക്കെ, T3 ഡയറക്ട്ലി ഹൈപ്പർ ഇൻസുലിനീമിയക്ക് കാരണമാവുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ T3 വളരെ കൂടുതലാവുമ്പോഴോ അല്ലെങ്കിൽ വളരെ കുറയുമ്പോഴോ ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷൻഷിപ്പ് അവിടെ വരുന്നുണ്ട്. ഹൈപ്പർ തൈറോയിഡിസവും ഹൈപ്പോ തൈറോയിഡിസവും മീൻസ് തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കുറഞ്ഞാലും കൂടിയാലും അത് ബ്ലഡ് ഷുഗർ ലെവലിനെ എഫക്ട് ചെയ്യും. അങ്ങനെ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ പാലിന്റെ എക്സാമ്പിൾ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. കാരണം ബോഡി വിചാരിക്കുന്നത് ഇപ്പൊ ഇൻസുലിൻ വേണ്ടത്ര അളവിലില്ല, അതുകൊണ്ട് കൂടുതൽ ഉണ്ടാക്കണം. അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിനകത്ത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നു. ഓക്കെ, സോ സ്ക്രീൻ ഷെയറിംഗ് ഇല്ലേ? ഉണ്ടല്ലോ, കാണാലോ. എന്താണ് ഇപ്പൊ കാണുന്നത് സർ? ഇൻസുലിൻ തൈറോയ്ഡ് ഹോർമോൺ, ഇൻസുലിൻ ആൻഡ് തൈറോയ്ഡ് ഹോർമോൺ തൊട്ട് മുമ്പ് പറഞ്ഞത്. ഓക്കെ, പക്ഷെ ഞാൻ അടുത്ത സ്ലൈഡ് എടുത്തു. സ്ട്രക്ക് ആണല്ലോ, അല്ലേ? മൗസ് അനങ്ങുന്നില്ല. ഒന്ന് ക്ലോസ് ചെയ്തിട്ടൊന്ന്. ഓക്കെ, ഇപ്പോഴേ ബ്ലഡ് ഗ്ലൂക്കോസ് ആൻഡ് ഇൻസുലിൻ എന്ന് പറഞ്ഞ സ്ലൈഡ് ആണോ? അതെ അതെ. സോ ബ്ലഡ് ഗ്ലൂക്കോസും ഇൻസുലിനും തമ്മിലുള്ള ബന്ധമാണ് ഇനി നമുക്ക് നേരിട്ട് നോക്കാനുള്ളത്. ഇത് രണ്ടും കൂടിയിട്ട് നേരത്തെ പറഞ്ഞ 5 ഫാക്ടേഴ്സ് ഇല്ലേ, മെറ്റബോളിക് സിൻഡ്രോമിന്റെ 5 ഫാക്ടേഴ്സിലേക്ക് എങ്ങനെ നയിക്കുമെന്ന് മനസ്സിലാക്കാം. ഹൈപ്പർ ട്രൈഗ്ലിസറിഡീമിയ എന്ന് പറയുന്ന പ്രശ്നം, അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് വളരെ കൂടുന്ന ഒരു പ്രശ്നത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നോർമലി അത് വരുന്നത് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് കൊഴുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷെ അത് കൊഴുപ്പ് നമ്മൾ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടല്ല, നമ്മുടെ ശരീരത്തിനകത്ത് കാർബോഹൈഡ്രേറ്റിന്റെ അല്ലെങ്കിൽ ഷുഗറിന്റെ എക്സസ് വരുന്നത് കൊണ്ടാണ്. എക്സസ് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും. ഈ കൂടുതൽ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിനകത്ത് പെർട്ടിക്കുലർലി നമ്മുടെ ലിവറിനകത്ത് കൂടുതൽ ഗ്ലൈക്കോജൻ ഉണ്ടാക്കും. ഈ ഗ്ലൈക്കോജൻ സ്റ്റോർസ് അവിടെ കൂടിക്കഴിഞ്ഞാൽ 400 mg അടുത്ത്, നോർമലി 1 കിലോന് താഴെയാണ് ടോട്ടലി നമ്മുടെ ശരീരത്തിനകത്ത് ഗ്ലൈക്കോജൻ സ്റ്റോർസ് ഉണ്ടാവുക. അത് മസിലും അതുപോലെ തന്നെ ലിവറും ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ. സോ മസിൽസിനകത്തും ഓൾറെഡി ഗ്ലൈക്കോജൻ സ്റ്റോർ ആയിട്ടുണ്ട്, ലിവറിനകത്തും സംഭരിക്കാൻ പറ്റുന്ന ഓൾറെഡി ഗ്ലൈക്കോജൻ ഫുൾ ആയി കഴിഞ്ഞു. ആ സമയത്ത് ലിവർ എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ട്രൈഗ്ലിസറൈഡ് മോളിക്യൂൾ ആക്കും. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഗ്ലിസറിൻ മോളിക്യൂൾസ് ഉണ്ട്. സോ അങ്ങനെ ഒരു ഫോമിലേക്ക് അത് മാറ്റിയിട്ട് അതിനെ ഡീനോവോ ലിപ്പോജെനിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അതിന് പറയുന്നത്. അങ്ങനെ ആ ഒരു പ്രോസസ്സിലൂടെ അത് കൂടുതൽ ട്രൈഗ്ലിസറൈഡ് ഉണ്ടാക്കും, ഗ്ലൈക്കോജൻ സ്റ്റോർസ് കൂടുതലാകുമ്പോൾ. അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ട് അവിടെ ഈ ട്രൈഗ്ലിസറൈഡിനെ കരളിനകത്ത് കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ബോഡിയുടെ മറ്റു പാർട്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് VLDL എന്ന് പറയുന്ന വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ, അതൊരു സ്പെഷ്യൽ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആണ്. ഈ ഒരു ലിപ്പോ പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ട് അതിനെ ലിവറിൽ നിന്ന് പുറത്തേക്ക് മാറ്റും. അത് എന്തിന് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ ലിവറിനകത്ത് ഫാറ്റി ലിവർ പോലെയുള്ള ഇഷ്യൂസ് വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. സോ ട്രൈഗ്ലിസറൈഡ് ഉണ്ടാവുന്നതും അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ട് VLDLന്റെ അളവ് കൂടുന്നതും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഇഷ്യൂ ഉണ്ടാവാം. ഓക്കെ, സോ നെക്സ്റ്റ് ഇത് നമ്മൾ കണ്ടത് ട്രൈഗ്ലിസറൈഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നെക്സ്റ്റ് നമുക്ക് HDL കുറയുന്നതിന്റെ കാരണമാണ്. ഹൈ ട്രൈഗ്ലിസറൈഡ്സ് ആക്ടിവേറ്റ് an enzyme CEPT which lowers HDL.
ഓൾറെഡി നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടായിരിക്കേണ്ട ഒരു എൻസൈം, അത് HDL നെ പൊതുവെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്നാൽ ഈ CEPT കൂടുതലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി HDL അളവ് കുറയും. VLDL ജനറലി നമ്മുടെ ട്രൈഗ്ലിസറൈഡിന്റെ 20% ആണ് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 200 നമ്മുടെ ട്രൈഗ്ലിസറൈഡ് ലെവൽ എങ്കിൽ അതിന്റെ 20% 40 ആയിരിക്കും VLDL അളവ്. സോ വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ വളരെ കൂടുതലാണെങ്കിൽ ട്രൈഗ്ലിസറൈഡും വളരെ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. VLDL വളരെ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊഴുപ്പ് സെല്ല് അല്ലെങ്കിൽ ഫാറ്റ് സെൽ, ആഡിപ്പോസൈറ്റ് എന്ന് പറയും, ഈ ആഡിപ്പോസൈറ്റ്സ് ലെപ്റ്റിൻ കൂടുതൽ ഉണ്ടാക്കും. അത് ഇനിയും നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ലെപ്റ്റിൻ എന്ന് പറയുന്നത് നമുക്ക് സംതൃപ്തിയുടെ ഹോർമോണാണ്. കൂടുതൽ വിശപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ലെപ്റ്റിൻ ഉണ്ടായാൽ പറ്റും. അത് ഉണ്ടാക്കുന്നത് ഫാറ്റ് സെല്ലാണ്. സോ ഒബിസിറ്റി എന്ന് പറയുന്നത് കൂടുതൽ കൊഴുപ്പ് സെൽ ഉണ്ടാവുന്നത് ലെപ്റ്റിൻ കൂടുതൽ ഇൻക്രീസ് ചെയ്തിട്ട്, കൂടുതൽ റിലീസ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ ഇനിയും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ചെയ്യുന്ന ശരീരത്തിന്റെ ഒരു പ്രതിരോധമാണ്. അതും ഒരു നല്ല പ്രോസസ്സാണ്. പക്ഷേ ലെപ്റ്റിൻ എപ്പോഴും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിന് ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതും നമ്മുടെ ശരീരം സെൻസ് ചെയ്യാതെ പോവും. അപ്പോൾ ഫാറ്റ് സെൽ ഉണ്ടായിട്ടും ഉപയോഗം ഇല്ലാതെ വരും. മൂന്നാമത്തെ ഫാക്ടർ വേസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മധ്യപ്രദേശം വലുതാവുക. ഈ വേസ്റ്റ് സൈസ് കൂടുമ്പോൾ ഈ ഹൈപ്പർ ഇൻസുലിനീമിയ ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂസ് ഡ്യൂറേഷനിൽ ഉണ്ടാവുമ്പോൾ, ഇൻസുലിന്റെ അളവ് വളരെ ഹൈ ആയിട്ട് കൂടുതൽ സമയം ഉണ്ടാവുമ്പോൾ അത് ശരീരത്തിനകത്ത് കൂടുതൽ ഫാറ്റ് ഉണ്ടാക്കും, പ്രത്യേകിച്ച് ലിവറിനകത്ത്. ഈ ലിവറിനകത്ത് ഉണ്ടാകുന്ന ഫാറ്റ് ട്രൈഗ്ലിസറൈഡിന്റെ രൂപത്തിൽ വിസറൽ ഫാറ്റ് ആയിട്ട് ശരീരത്തിൽ പ്രത്യേകിച്ചും ഓർഗൻസിന് ചുറ്റും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിന് അഡീഷൻ ആയിട്ടുള്ള ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൽ തന്നെ ഫ്രക്ടോസ് എന്ന് പറഞ്ഞൊരു മോളിക്യൂളാണ്. പഴങ്ങളിൽ നിന്നും, പഴച്ചാറുകളിൽ നിന്നും, അതുപോലെ തന്നെ കോൺ സിറപ്പിൽ നിന്നും ഒക്കെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഫ്രക്ടോസ്. ഈ ഫ്രക്ടോസ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് പോലെ പല പ്രോസസ്ഡ് ഫുഡിലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതും ഡയറക്ട്ലി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും. അത് ലിവറിനെ ആ ഒരു രീതിയിലേക്ക് കൂടുതൽ ഫാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. ഈ ഒരു ഫാറ്റ് നമ്മുടെ ഓർഗൻസിന് ചുറ്റും അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈവൻ നമ്മുടെ പാൻക്രിയാസിലൊക്കെ പോയിട്ട് അത് ഡെപ്പോസിറ്റ് ആവാൻ തുടങ്ങും. ഇങ്ങനെ പാൻക്രിയാസിനകത്ത് ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ശരീരം വേണ്ടത്ര അളവിൽ ഇൻസുലിൻ ഉണ്ടാക്കില്ല. അപ്പോൾ ബ്ലഡ് ഷുഗർ കൂടും, വളരെ കൂടും. അങ്ങനെ ഒരു ബ്ലഡ് ഷുഗറിന്റെ സ്പൈക്ക് ഉണ്ടാകുമ്പോൾ പാൻക്രിയാസ് എങ്ങനെയെങ്കിലും ഒക്കെ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇൻസുലിൻ എടുക്കും. ഇങ്ങനെയുള്ള ഇൻസുലിൻ എഗെയിൻ ശരീരം ഡിറ്റക്ട് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ്. സോ ആ ഒരു പ്രോസസ്സ് പാൻക്രിയാസിനെ ബുദ്ധിമുട്ടിലാക്കും. ഒപ്പം തന്നെ ബ്ലഡ് ഷുഗർ ഇൻക്രീസ് ആവുന്നത് കൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വരും. ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വരും. ഇതാണ് നാലാമത്തെ ഫാക്ടർ. അഞ്ചാമത്തെ ഫാക്ടർ ബ്ലഡ് പ്രഷർ കൂടുകയാണ്. നോർമലി ഇൻസുലിൻ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ആന്റി ഡയൂറോട്ടിക് ഹോർമോൺ ഉണ്ടാവും. ആന്റി ഡയൂറോട്ടിക് ഹോർമോൺ കിഡ്നി ഉണ്ടാക്കുന്നതാണ്. സോ കിഡ്നി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് വരുന്ന ബ്ലഡ് വോളിയം, കൂടുതലായിട്ട് വരുന്ന വെള്ളം അവിടെ സ്റ്റോർ ചെയ്യും. അത് തിരിച്ച് ബ്ലഡിലേക്ക് ഇടും. ഇങ്ങനെ ബ്ലഡിലേക്ക് കൂടുതൽ വെള്ളം തിരിച്ച് എടുക്കുമ്പോൾ, റീഅബ്സോർബ് ചെയ്യുമ്പോൾ അതിന്റെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നഷ്ടപ്പെടാതിരിക്കാൻ സോഡിയത്തിനെ കൂടുതൽ എടുക്കും. സോഡിയം അവിടുന്ന് എക്സ്ക്രീറ്റ് ആവുന്നത് കുറയും. ഇത് രണ്ടും കൂടിയിട്ട് ബ്ലഡിന്റെ വോളിയം കൂട്ടും. നോർമലി ബ്ലഡിന് അല്ലെങ്കിൽ ഹേർട്ടിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. 5 ലിറ്റർ ബ്ലഡ് ആണ് ഒരു ശരീരത്തിലുള്ളതെങ്കിൽ ഈ 5 ലിറ്ററിനെ കണ്ടിന്യൂസ്ലി ശരീരത്തിനകത്ത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 5 ലിറ്റർ ബ്ലഡ് 5.5 ലിറ്റർ ആകുമ്പോൾ ഹേർട്ട് മാറുന്നില്ല, രക്തക്കുഴലുകളുടെ അളവ് മാറുന്നില്ല. ഓൺലി മാറുന്നത് എന്താ? ബ്ലഡിന്റെ വോളിയം മാത്രം. അപ്പോഴെന്ത് പറ്റും? കൂടുതൽ ബ്ലഡിനെ പമ്പ് ചെയ്യേണ്ട അവസ്ഥ വരും. ഇത് BP-യിലേക്ക് നയിക്കാം. ഇതിന്റെ ഒപ്പം തന്നെ ഇൻസുലിൻ ബ്ലഡ് വെസലിന്റെ അളവ് ചെറുതാക്കും. ഈ അളവ് ചെറുതാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഉള്ളിലുള്ള വ്യാപ്തം കുറയുമ്പോൾ, അതിന്റെ ഡയമീറ്റർ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൺസ്ട്രിക്റ്റ് ആവുകയും അതിനകത്ത് നേരത്തെ പോയിക്കൊണ്ടിരുന്ന ഫുൾ ബ്ലഡ് വോളിയം ഇപ്പോഴും പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ഇത് BP-യിലേക്ക് നയിക്കും.
ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ് 5 ഫാക്ടേഴ്സിനെയും ഡയറക്ട്ലി നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ സ്വാധീനിക്കുന്നത്. സോ നോർമലി ഇതിന്റെ ഒരു ഹോർമോൺ പിരമിഡ് നോക്കിക്കഴിഞ്ഞാൽ ഇൻസുലിൻ റെഗുലേഷൻ ആണ് ആദ്യം വരുന്നത്. അതിനുശേഷം കോർട്ടിസോൾ എന്ന് പറയുന്നതിനെ എഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അഡ്രിനൽ ഹോർമോൺസിനെ എഫക്ട് ചെയ്യുന്നു, അത് തൈറോയ്ഡ് ഹോർമോൺസിനെ എഫക്ട് ചെയ്യുന്നു, അത് സെക്സ് ഹോർമോൺസിനെ എഫക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിന് മനസ്സിലാക്കേണ്ടത്. സോ എന്താണ് നെക്സ്റ്റ്? നമുക്ക് പല രീതിയിലുള്ള മെത്തേഡിൽ ഈ മെറ്റബോളിക് സിൻഡ്രോം അല്ലെങ്കിൽ ഇതിന്റെ സിംറ്റംസിനെ അഡ്രസ് ചെയ്യാം. അത് വീട്ടിൽ തന്നെ BP അപ്പാരറ്റസ് വാങ്ങിച്ചിട്ടോ ഷുഗർ ചെക്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈവൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പല പല മെത്തേഡ്സുകളും ഉണ്ട്. ഹോർമോൺ ഇഞ്ചെക്ഷൻസ്, അതല്ലെങ്കിൽ ഈവൻ നമ്മുടെ ടാബ്ലറ്റ് ഫോമിലുള്ള സാധനങ്ങൾ, ഇതൊക്കെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യും. ബട്ട് ഈസ് ദാറ്റ് ഓൺലി സൊല്യൂഷൻ? അത് മാത്രമാണോ നമ്മുടെ അടുത്തുള്ള റൈറ്റ് സൊല്യൂഷൻ? ശരിയായ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് മൂവ്മെന്റ് ആൻഡ് എക്സസൈസ്, റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. മൂവ്മെന്റ് ആൻഡ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഉപയോഗിച്ച് സെഡൻഡറി ലൈഫ് എന്ന് മാറിയിട്ട് നമ്മുടെ ശരീരം ഉപയോഗിച്ച് വർക്ക് ചെയ്യും. വിശ്രമം, ഉറക്കം അത്യാവശ്യത്തിന് മാത്രമല്ല, ആവശ്യത്തിന് തന്നെ നമ്മൾ കൊടുക്കണം. എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല എന്നുള്ള അവസരത്തിൽ പോയിട്ടല്ല ഉറങ്ങേണ്ടത്. നമ്മള് ശരീരത്തിന് വേണ്ടത്ര റെസ്റ്റ് കൊടുക്കണം. കാരണം റെസ്റ്റിംഗ് ടൈമിലാണ് ഉപാപചയത്തിലത്തെ പ്രവർത്തനങ്ങൾ പലതും നടക്കുന്നത്. സ്ട്രെസ് മാനേജ്മെന്റ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പല ആൾക്കാരും അത് ഇഗ്നോർ ചെയ്യുന്നതാണ്. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഭക്ഷണവും അതുപോലെ തന്നെ പോഷണവും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചേ പറ്റൂ. ഇതിൽ തന്നെ ഭക്ഷണവും പോഷണവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ 3 കാര്യത്തിലും ഈ പറഞ്ഞ 4 കാര്യത്തിലും നമ്മൾ പ്രധാനമായിട്ട് ചൂസ് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്ന് നമുക്ക്. നമ്മൾ എത്ര പുഷപ്പ് എടുത്തു എന്നുള്ളതിന് പകരം ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പുഷപ്പ് എടുത്തു എന്ന് പറയുന്നത്, എത്ര കിലോമീറ്റർ നടന്നു എന്നുള്ളതിന് പകരം എത്ര ക്വാളിറ്റിയോടെ ഞാൻ നടന്നു എന്നുള്ളത്, എത്ര ഭക്ഷണം കഴിച്ചു എന്നുള്ളതിന് പകരം എത്ര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു എന്നുള്ളത്. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മൾ എന്ത് കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു, എത്ര കഴിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻസും എടുത്തിട്ടുണ്ട്. സോ ആർക്കെങ്കിലും വേണമെങ്കിൽ അതിന്റെ വീഡിയോ ഇവിടെ ഓൾറെഡി ഉണ്ട്, യൂട്യൂബിലുണ്ട്. സോ നിങ്ങൾക്ക് അത് നോക്കാം. അതിന്റെ ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് ഓർഡറിൽ കഴിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഫൈബർ കണ്ടന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ആദ്യവും അതിനുശേഷം പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതും അതിനുശേഷം ഫാറ്റ് കണ്ടന്റ് ഉള്ളതുമാണെങ്കിൽ എക്സ്ട്രാ ഷുഗർ നമ്മൾ കഴിക്കുന്നത് ഒഴിവാക്കാൻ വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. എന്നാൽ പല ആൾക്കാരും ഈവൻ സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം പോയിട്ട് പായസം കുടിക്കുന്ന ഒരു ഏർപ്പാടാണ്. അത് നമ്മുടെ ശരീരത്തിന്, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ വിശപ്പ് നല്ലോണം വന്നോ അതിനു മുമ്പ് തന്നെ വേറെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സ്നാക്സ് കഴിക്കാം. പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് തരുന്ന വലിയ പ്രധാന പ്രശ്നങ്ങളിൽ ഈ 5 സിംറ്റംസും ഉണ്ടോ എന്ന് അറിയുക. ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. ശരിയായ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് സസ്റ്റെയിൻ ചെയ്യും, കൂടുതൽ കാലത്തേക്ക് നമ്മുടെ ആരോഗ്യം നിലനിൽക്കും. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും പറയും ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ മാറ്റി നിർത്താമെന്ന്. പക്ഷെ ആപ്പിൾ ഷേപ്പിലുള്ള നമുക്ക് വയറുണ്ടെങ്കിൽ സൂക്ഷിക്കണം എന്നുള്ള ഒരു പുതിയ മെസ്സേജ് ഇന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് കിട്ടുകയാണ്. അപ്പം ഇവിടെ വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. അതുതന്നെ വലിയൊരു എന്താ പറയുന്ന ഒരു അറിവാണ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്താണ് മെറ്റാബോളിക് സിൻഡ്രത്തിലേക്ക് എത്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ്, എങ്ങനെയാകാം? ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ ABC എന്നൊക്കെ പറയുന്ന പോലെ ബ്ലഡ് ഷുഗർ, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ അബ്ഡോമിനൽ ഒബിസിറ്റി, ഹൈ ട്രൈഗ്ലിസറൈഡ്, HDL, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ അല്ലെങ്കിൽ ന്യൂ സ്റ്റൈലിൽ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണുമായിരിക്കും. അപ്പോൾ അതൊരു ക്രെഡിറ്റ് ആയിട്ടൊക്കെ എല്ലാവരും തന്നെ കാണുന്നു. ഇങ്ങനെ രോഗങ്ങളിൽ നിന്ന് പിന്നെ എന്തൊരു മനുഷ്യൻ അല്ലേ. അപ്പോൾ ഈ 5 ഫാക്ടേഴ്സാണ് ശരിക്കും നമ്മുടെ മെറ്റാബോളിസത്തെ കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് അതുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ
നമ്മൾ അകത്തേക്ക് നോക്കിയാൽ മനസ്സിലാകാത്തതുകൊണ്ട് കൃത്യമായിട്ട് പുറത്തേക്ക് നോക്കിയാൽ മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ കുടവയർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നതിൻ്റെ ആശയം. എത്ര സങ്കീർണമായ വഴികളിലൂടെയാണ് അതിനെ സ്ഥാപിച്ചെടുത്തതെന്നുള്ളതാണ്. എല്ലാം ടെക്നിക്കൽ ടേംസ് ആണ്, ഇതെല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും വളരെ ക്രിട്ടിക്കലായിട്ട് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ ഇതിനെ ഒന്ന് കാണണം. ഇതിൻ്റെ പുറകിൽ, ഈ സിമ്പലിൻ്റെ പുറകിൽ ചില കാര്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. കുടവേറുള്ള ആരെങ്കിലും ഒക്കെ ഒന്ന് സംസാരിക്കൂ. ആർക്കാ ഉള്ളത്? ഉലയനാൻ സാറിനുണ്ടോ? ഇന്നിപ്പോൾ ആരും കുടവേറിനൊന്നും സംസാരിക്കത്തില്ല. പലരും കണ്ണാടി നോക്കാൻ പോയാൻ തോന്നുന്നു. സാറേ എനിക്ക് കുറച്ചുണ്ടായിരുന്നു, അത് ഗ്യാസ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ അത് കുറഞ്ഞു വന്നു എന്ന് തോന്നുന്നു. ഇപ്പൊ ശരീരം മൊത്തം വലിഞ്ഞ സമയത്ത് കുടവേറും കുറഞ്ഞിട്ടുണ്ട്. സാറി പറഞ്ഞ പല കാര്യങ്ങളും ഇൻസുലിന്റെ ഇതും പിന്നെ ഷുഗറിന്റെ സാന്നിധ്യവും ഒക്കെ അതിന് കാരണമായിട്ടുണ്ടാവാം. ഏതായാലും ഒത്തിരി അറിവുകൾ പകരുന്ന ഒരു ക്ലാസ്സാണ് സാറിന്റെ, സനൽ സാറിന്റെ ക്ലാസ് എപ്പോഴും. താങ്ക് യു സാർ. അല്ലേ, മലയാളിക്ക് കുടവേറൊരു അലങ്കാരമായിട്ട് കൂട്ടുന്ന ഒരു സ്വഭാവമാണ് പൊതുവെ. അതെ അതെ അതെ. അങ്ങനെ പോരാ, അങ്ങനെ പോരാ എന്നാണ് ഉലയനാൻ സാർ പറയും. സാർ ഇന്ന് നമ്മുടെ മുന്നിലുള്ള കുറെ കാര്യങ്ങൾ എടുത്ത് നിരത്തി വെച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. സാറ് പറഞ്ഞു കുടവയറ് തിരുമി ഒന്ന് സുഖിച്ചിരിക്കുന്ന മലയാളിയെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. നല്ലവണ്ണം ആഹാരം കഴിച്ച് കുടവയറൊക്കെ ഒന്ന് തിരുമി ഒരു ഏമ്പക്കം വിട്ടു കഴിഞ്ഞാൽ പുള്ളി സുസ്ഥിതിയിലാണ് എന്ന നമ്മുടെ തെറ്റായ ധാരണ അപകടകരമായ നമ്മുടെ ആഹാര പ്രക്രിയയെക്കുറിച്ച് സാറ് ചൂണ്ടുകയാണ് ചെയ്തത്. എന്തായാലും ദൈവാധീനത്തിന് എനിക്ക് കുടവയറില്ല, ഉള്ള വയറ് തന്നെ ഒട്ടിപ്പൂറ്റി വരികയാണ്. ഷുഗറിൻ്റെ അസ്കിത എന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഞാൻ എൻ്റെതായ രീതിയിൽ ശക്തമായ എക്സസൈസ് ചെയ്യുന്നുണ്ട്. എക്സസൈസിൻ്റെ പേരിലല്ല, പറമ്പിലെ അധ്വാനത്തിൻ്റെ പേരിലാണ് എൻ്റെ എക്സസൈസ്. വൈകുന്നേരങ്ങളിലും രാവിലെയിലും നടക്കാനുള്ളൊരു സാഹചര്യവും അത് ഇപ്പോൾ മൈൻഡ്ഫുൾ ആയിട്ടാണ് നടക്കുന്നത്. മുമ്പ് നടക്കുന്ന ഈസി വാക്കിംഗ് അല്ല. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് കൂടുതൽ വെള്ളം കുടിക്കലും ഒക്കെ ചേരുമ്പോൾ ഐ എം ഓക്കെ. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ല. ഇൻസുലിൻ, നമ്മുടെ ഷുഗറിൻ്റെ ചില അസ്കിതകളൊക്കെ ഉണ്ടെങ്കിലും ശാരീരികമായ മെറ്റബോളിസത്തിന് വലിയ തകരാറുണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നില്ല, അനുഭവപ്പെടുന്നില്ല. എന്തായാലും സനൽ സാറിന് കുറെ കൂടെ ശക്തമായ ശാസ്ത്രീയ വശങ്ങൾ പറഞ്ഞു തരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം സാർ. താങ്ക് യു വെരി മച്ച്. സാറേ, ഈ LDL HDL LDL എന്ന് പറഞ്ഞതിൽ HDL കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ HDL കുറഞ്ഞാൽ എങ്ങനെയാണ് അത് കൂട്ടാനുള്ള വഴികളെന്ന് ദിനേശ് സാർ ചോദിച്ചിട്ടുണ്ട്. ദിനേശ് സാർ ഒന്ന് സംസാരിക്കാമോ? സാബു സാർ, ഗുഡ് ഈവനിങ്. നമ്മുടെ സനൽ സാറിന്റെ ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു ചെറിയൊരു വ്യായാമത്തിലാണ്, അതുകൊണ്ട് കേട്ടോണ്ടാണ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ സാറ് വളരെ യൂസ്ഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ ആ ഒരു ടെക്നിക്കൽ ടേംസ് എല്ലാവർക്കും അത് പിടികിട്ടൂല. നമുക്കും എല്ലാം തന്നെ, ഞാൻ ഉൾപ്പെടെ അത് മറന്നുപോകും. അപ്പോൾ ഞാൻ ഈയിടെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ HDL കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ചോദിച്ചത്. അപ്പോൾ HDL ഒരു 30 അബവ് ഉണ്ട്, 40 താഴെയായിട്ടാണ്. അപ്പോൾ അത് 45 മറ്റോ വേണം, അറൗണ്ട് 50 വേണം എന്നൊക്കെ പറഞ്ഞു എന്നോട് അവിടുന്ന്. അപ്പോൾ അത് കുറഞ്ഞതുകൊണ്ട് ബാക്കിയെല്ലാം ഓക്കെയാണ്. ഷുഗറും പിന്നെ LDL അതൊക്കെ ഒരു അതിൽ തന്നെയാണ് ഉള്ളത് അതിൻ്റെ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇത് കുറച്ച് കുറവാണെന്ന് പറഞ്ഞു, താരതമ്യേന അതിൻ്റെ റേഷ്യോ കുറവാന്ന് പറഞ്ഞു. അപ്പോൾ അതിലെന്തെങ്കിലും വലിയ പ്രശ്നമുണ്ട്? ഞാൻ ഡോക്ടറെ ഒന്നും കണ്ടില്ല, അപ്പോൾ നമുക്ക് ഡോക്ടർ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. വ്യായാമമൊക്കെ ഉണ്ട് നന്നായിട്ട്, കുടവയറൊന്നുമില്ല, എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെയാണ്. ഹെൽത്ത് ഫുഡും അങ്ങനെ തന്നെയാണ്, ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടൊക്കെ എല്ലാം കൃത്യതയിൽ കഴിക്കുന്ന ആളാണ്. അത്യാവശ്യം നടത്തുകൊണ്ട് വ്യായാമം, യോഗ എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ, ഇതാണ് ഡോക്ടറായിട്ട് മറുപടി തരുമെന്ന് വിചാരിക്കുന്നു. HDL കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊഴുപ്പിന്റെ അളവ് കൂട്ടുക. അത് വെളിച്ചെണ്ണ ആയാലും അല്ലെങ്കിൽ omega-3 പോലെയുള്ള എണ്ണകളായാലും അതല്ലെങ്കിൽ മീൻ പോലെയുള്ള ഭക്ഷണങ്ങളായാലും നല്ല കൊഴുപ്പുകളുടെ അളവ് കൂട്ടുക എന്നുള്ളതാണ്. ട്രൈഗ്ലിസറൈഡ് കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അല്ലെങ്കിൽ ഓർഗൻ മീറ്റ് ഒക്കെ ഓൾറെഡി കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മീറ്റ്, പ്രത്യേകിച്ച്
ചിക്കൻ്റെ ലിവറൊക്കെ പ്രത്യേകമായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഓർഗൻ മീറ്റ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരുപക്ഷെ ഒഴിവാക്കേണ്ടി വരും. കാരണം ഓർഗനിലും ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിക്കുന്ന ഈസി അല്ലെങ്കിൽ ഇൻസുലിൻ സ്പൈക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ, പ്രോസസ്ഡ് ഫുഡിന്റെ അളവ് കുറക്കുക, ഫ്രക്ടോസിന്റെ അളവ് കുറക്കുക. ഫ്രക്ടോസ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കണ്ട എന്നല്ല അർത്ഥം. ഫ്രൂട്ട്സിൽ നിന്നാണ് ഫ്രക്ടോസ് ഉള്ളത്. പക്ഷെ ഒരു ഗ്ലാസ് ജ്യൂസ് കഴിക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷെ 4-5 ഓറഞ്ചിന്റെ എഫക്റ്റ് ആണ് കിട്ടുന്നുണ്ടാവുക. എന്നാൽ അത്രയും വേണ്ട ഫൈബറോ അത്രയും വേണ്ട ഗുണങ്ങളോ അതിനകത്ത് നിന്ന് കിട്ടുന്നില്ല. അതിന് പകരം നമ്മൾ ആ ജ്യൂസിൽ നിന്നുള്ള ടേസ്റ്റ് കൊണ്ട് സംതൃപ്തി അടയാണ്. ഇൻ കേസ് അത് ടേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ആഡഡ് ഷുഗർ ചേർത്തിട്ട് അതിനെ ടേസ്റ്റി ആക്കാൻ ചെയ്യും. അതേ സമയത്ത് നമുക്ക് ആ ഓറഞ്ച് 4 കഴിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണ്ടി? സോ കൂടുതൽ നല്ലത് ഫ്രൂട്ട്സിന്റെ രൂപത്തിൽ തന്നെ കഴിക്കുന്നതാണ്. പിന്നെ വരുന്നതാണ് ആഡഡ് ആയിട്ട് നമ്മളിപ്പം ഒരുപക്ഷെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന ചില കറികളിൽ പോലും HFCSO അല്ലെങ്കിൽ മാൾട്രസോ ഒക്കെ ഉള്ള പലതരത്തിലുള്ള ആഡഡ് ഷുഗേഴ്സ് ചേർക്കുന്നുണ്ട്. ഇതിന്റെ അളവ് കുറക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത്. ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ഒക്കെ ഉണ്ട്, പക്ഷെ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത്രമാത്രം മനസ്സിലാക്കുക, അത് പഞ്ചസാരയെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂബൻ ഗവൺമെന്റുമായിട്ട് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ കാരണം ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, ആ സമയത്ത് കോൺ അവിടെ വളരെ കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ഈ കരിമ്പീൻ എടുക്കുന്ന പഞ്ചസാരയ്ക്ക് പകരമായിട്ടാണ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് തുടങ്ങിയത്. അതിനുശേഷമാണ് ഒരുപാട് പ്രശ്നങ്ങൾ തുടങ്ങിയത്. അത് അവിടെ തുടങ്ങി, പിന്നീട് നമ്മൾ അതിങ്ങനെ നമ്മുടെ കൂടെ കൊണ്ട് നടക്കുകയാണ്. കാരണം നമ്മുടെ കൂടെ എന്ന് പറയാൻ കാരണം ബേക്കറി സാധനങ്ങളിലൊക്കെ ഈ ഹൈ ഫ്രക്ടോസ് അതാണോ, കോണാണോ ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ? പലരും അതെ, ബേക്കറിയിലൊക്കെ അതെ, ബേക്കറി ഐറ്റംസ് ഒക്കെ അല്ലേ? ഇതിന്റെ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതിൽ കുറേ പേരുകളുണ്ട്. ഇപ്പം ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റിനനുസരിച്ച് പേരിങ്ങനെ മാറി മാറി വരും. അപ്പൊ സത്യാന്വേഷി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ അത് കൂടി കാണാം. അതിനകത്ത് ഓരോ ഇൻഗ്രീഡിയൻസും എടുത്തിട്ട്, ആക്ച്വലി വി ആർ എഡ്യൂക്കേറ്റഡ് അല്ലെ, നമുക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എഗ്രി ചെയ്യുന്നു, ഞാനിപ്പോ പറഞ്ഞ പല ടേംസും നിങ്ങൾക്ക് മനസ്സിലാവാത്തതായിരിക്കാം. അതെ സർ. എന്ന് വെച്ചാലും നമ്മൾ ഇപ്പോ എഡ്യൂക്കേറ്റഡ് കാറ്റഗറിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി 3, 4, 5 പ്രാവശ്യം കേൾക്കുന്നതുകൊണ്ട് എന്താ ബുദ്ധിമുട്ട്? മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒഴിവാക്കുകയാണെങ്കിൽ HDL അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറോ എപ്പോഴെങ്കിലും മനസ്സിലായ ഒരു കാലം ഉണ്ടായിരുന്നോ നമുക്ക്? നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഇതിപ്പോ അടുത്ത കാലത്തായിട്ട് കൂടുതൽ ആൾക്കാർ, ഡോക്ടർമാരും ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കി അല്ലെ. അപ്പൊ ശാസ്ത്രീയതയായിട്ട് ഒരുപാട് അങ്ങനെ എൻസൈമാറ്റിക്കോ അല്ലെങ്കിൽ ഹോർമോൺ റിലേറ്റഡ് ഒന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് വായിക്കാൻ നമ്മൾ പഠിക്കണം. ഇൻഗ്രീഡിയന്റ് ലിസ്റ്റിൽ ആദ്യത്തെ 3 എന്താണോ അതായിരിക്കാം അതിനകത്ത് മേജർ കണ്ടന്റ്. WHO പറയുന്നത് അങ്ങനെയാണ്. ഏതാണോ കൂടുതലുള്ളത് അത് ആദ്യം, പിന്നെ കുറഞ്ഞത് അങ്ങനെയാണ് അതിൽ കൊടുക്കേണ്ടത്. അപ്പൊ ആ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് നോക്കിയിട്ട് അതിനകത്ത് ഷുഗർ എന്ന് പറയുന്ന ഒരു ഐറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം അത് ആഡഡ് ഷുഗർ ആണ്. ആഡഡ് ഷുഗർ, നമ്മൾ പഞ്ചസാര ഇല്ലേ, നോർമൽ പഞ്ചസാരയിൽ 50-50 ആണ്. ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് 50%, ഫ്രക്ടോസിന്റെ അളവ് 50%. അപ്പൊ ഫ്രക്ടോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര ഒഴിവാക്കാം, പഞ്ചസാര കൊണ്ടുണ്ടാക്കിയ എല്ലാം ഒഴിവാക്കാം. ശർക്കര, ഇന്നിപ്പോ പലതും പഞ്ചസാരയാണ്, സോ അത് ഒഴിവാക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ കാണും. പക്ഷെ ഇതിന്റെ തന്നെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഞാൻ പറയാം. നമുക്ക് എൻജോയ് ചെയ്തുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ അതിനെ കൊണ്ടുവരാം. നമ്മുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ കഴുത്ത് വരെ ഉള്ളൂ, അതിനുശേഷം നമുക്ക് ടേസ്റ്റ് അറിയില്ല. അതിനകത്തേക്ക് പോകുമ്പോൾ ശരീരത്തിന് അറിയുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ അല്ലെങ്കിൽ വൈറ്റമിൻ, മിനറൽ എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ്. അപ്പൊ ശരീരത്തിന് എന്ത് വേണമോ അത് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. ദിനേശ് സാറിന്റെ ചോദ്യത്തിന് പ്രധാനപ്പെട്ട ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു. കിട്ടി സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ സർ. സാർ, ഇത് എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന HDL കൂട്ടാനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? എക്സസൈസ് നല്ലതാണ്. ആക്ച്വലി ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഷുഗറിന്റെ യൂസേജ് മീൻസ് ഓൾറെഡി ബ്ലഡിലുള്ള ഷുഗറിന്റെ അളവ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ബാക്കി എല്ലാ ഹോർമോണും വർക്ക് ചെയ്യുക. ഇൻസുലിൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട മെറ്റബോളിക് ഹോർമോൺ ആണ്.
എന്നാൽ ഇൻസുലിൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സ്റ്റോറേജ് ഹോർമോണും കൂടിയാണ്. അപ്പൊ ഈ സ്റ്റോറേജ് ഹോർമോൺ അളവ് കൂടുമ്പോൾ മെറ്റബോളിസം കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസുലിന്റെ അളവ് കൂട്ടി എന്ന് വിചാരിക്കാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോർ ചെയ്യാനുള്ള പ്രോസസ്സും കൂടി ചെയ്യാണ്. അപ്പൊ ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരീരത്തിന് ആവശ്യമുള്ളതാണെങ്കിലും, ഇൻസുലിന്റെ അളവ് കൂടുന്നത് ഒരു പരിധിവരെ ശരീരത്തിന് ആവശ്യമുള്ളതാണെങ്കിലും ആ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമുക്ക് ആ ശരീരത്തിന് അങ്ങനെ ഒരു രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നതും നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതും. ഓക്കെ, താങ്ക് യു സോ മച്ച് സനി സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. വേറെ ഇനി ആർക്കാ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ആണെങ്കിൽ ചോദിക്കൂ. ആർക്കെങ്കിലും സാറ് കുടവയർ ഒന്ന് ചോദിച്ചോട്ടെ, കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കാമോ? പറയും. അതെ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ഇന്നൊരു ഓർഡറിലാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ കിട്ടിയില്ല. അതായത് ഫൈബർ കണ്ടന്റ് ഫസ്റ്റ് അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്? പിന്നെന്തൊക്കെയാണെന്നൊന്ന് പറയോ? ഫൈബർ, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, പിന്നീട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം. നമ്മള് നേരെ തിരിച്ചാ അല്ലേ? നമ്മള് അതെ അതെ അതെ, പലതും തിരിച്ചാണ്. അതെ, അത് എനിക്ക് തോന്നി ഞാൻ ചെയ്യണത് തെറ്റാണെന്ന്. അതാണ് ചോദിക്കാൻ കാരണം. താങ്ക് യു സർ, നല്ല ക്ലാസ് ആയിരുന്നു. പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ആ ടെക്നിക്കൽ ടേംസിന് അങ്ങോട്ട് ബുദ്ധിമുട്ടാണ്. പല പ്രാവശ്യം കണ്ടാൽ മതി. അപ്പൊ ടെക്നിക്കൽ ടൈംസ് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിനാകും എന്നാണ് സാർ പറഞ്ഞത്. ശരി സർ. എനിക്ക് പിന്നെന്താ, അത് കാണുമ്പോ പേടിയാവണേ, നമ്മളിതൊന്നും ചെയ്യാറില്ലല്ലോ എന്നുള്ളത്. അപ്പൊ അത് കാണാണ്ടിരിക്കാൻ അധികം നോക്കണത്. കാരണം നമ്മൾ ചെയ്യുന്നത് മുഴുവനും ഇതിനെതിരായിട്ടാണ്. അതുകൊണ്ടാണ് കുഴപ്പം. ശരീരത്തിനെതിരാണ്. ഓക്കെ, ഗോമർ സർ എന്താ പറഞ്ഞ? എനിക്ക് കുടവേദന BP ഉണ്ട്, പക്ഷേ ഡയബറ്റിക് ഇല്ല. പക്ഷെ എക്സർസൈസ് അത്യാവശ്യം രാവിലെ ചെയ്യുന്നുണ്ട്. കാല് മുട്ട് വേദനയുണ്ട്. വേദന കുറയാൻ, തടി കുറഞ്ഞാൽ കുറെ ശരിയാവുന്നുണ്ട്, പക്ഷെ കുറയുന്നില്ല. ആഹാരം വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ. എന്നിട്ടും വയറ് കുറയുന്നില്ല, തടിയും കുറയുന്നില്ല. പക്ഷെ നല്ല ക്ലാസ് ആയിരുന്നു. ക്ലാസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നെങ്കിലും വ്യക്തമായിട്ട് പറഞ്ഞു. പല ആൾക്കാരും ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കഴിക്കുന്ന ഭക്ഷണം പെട്ടെന്ന് അങ്ങ് കുറക്കും. ഇത്രയും ചിന്തിച്ചു നോക്കൂ. സാറ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എവിടെയെങ്കിലും? ഉണ്ടായിരുന്നു, ISRO-യിലായിരുന്നു. ഇപ്പൊ ജോലിയില്ല. ഓക്കെ. 60ാമത്തെ വയസ്സിൽ റിട്ടയർ ആയി. ഈ റിട്ടയർ ആകുമ്പോൾ സാറിന് പെൻഷൻ എത്രയാ കിട്ടിയ? പകുതിയല്ലേ? ഓൾമോസ്റ്റ് സാലറിയുടെ പകുതിയല്ലേ? അതെ, പകുതി. അതെ. അപ്പൊ സാറ് ഏറ്റവും ആദ്യം ചെയ്യുന്ന മെത്തേഡ് എന്താ? നമുക്ക് ഫൈനാൻഷ്യലി ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മള് ഒരു പക്ഷേ ലോൺ എടുക്കാം, അല്ലെങ്കിൽ കടം എടുക്കാം. എനിക്ക് പെൻഷൻ ആയപ്പോഴാണ് കൂടുതൽ സാലറി കിട്ടുന്നത്. കാരണം നേരത്തെ അവിടെ നിന്ന് എടുക്കാവുന്ന ലോൺ മൊത്തം എടുത്ത് കയ്യിൽ കിട്ടാൻ കുറവായിരുന്നു. ഇപ്പൊ പെൻഷൻ ആയപ്പോ കൂടുതൽ കിട്ടുന്നുണ്ട്. സോ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സാധാരണഗതിയില് നമുക്കൊരു ഫൈനാൻഷ്യൽ ഇഷ്യൂ വരുമ്പോൾ നമ്മൾ കടം എടുക്കും, ലോൺ എടുക്കും, അല്ലെങ്കിൽ വസ്തു വിൽക്കാൻ നോക്കും. ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഒന്നിച്ച് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ചെലവ് ചുരുക്കും. ഭക്ഷണം നമ്മൾ കുറക്കുമ്പോൾ നമ്മുടെ ശരീരം ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഭക്ഷണത്തിന്റെ ഉപയോഗം അല്ലെങ്കിൽ എനർജിയുടെ ഉപയോഗം കുറക്കും. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ ഭക്ഷണം മാത്രം കുറച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല മെത്തേഡുകളും നോക്കിയിട്ടോ വെയിറ്റ് കുറയുന്നില്ലെങ്കിൽ അത് സാധാരണമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ട്രൈഗ്ലിസറൈഡ് അളവ് കൂടുക എന്ന് പറയുന്നത് ശരീരത്തിന്റെ പ്രതിരോധമാണ്. ഫാറ്റ് അല്ലെങ്കിൽ തടി കൂടുക എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു പ്രതിരോധമാണ്. ഈ പ്രതിരോധത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ശരീരം സമ്മതിക്കുമോ? ഓക്കെ, ശീലാമ്മ പറഞ്ഞു. സാറേ ഗുഡ് മോർണിംഗ്. സനി സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ഈവനിങ്. ഗുഡ് മോർണിംഗ്. കുഴപ്പമില്ല, ആദ്യം കണ്ടാലേ ഉള്ളൂ സാറേ. ഇതിലേ ഇത് മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് സാർ ഇതിനെ കുടവയറിന് പറഞ്ഞതെന്നാണ് എന്റെ വിചാരം. ആണോ? അല്ല. മെറ്റബോളിക് സിൻഡ്രോമിന്റെ ഏറ്റവും കാണപ്പെടുന്ന ലക്ഷണമായിട്ട് ഇതിനെ സിമ്പിൾ ആണ് സാറേ. ഈ കുടവയർ ഉണ്ടാകുന്നതിന് ഇതെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ലിവറിലാണെന്ന് പറഞ്ഞു, പാൻക്രിയാസ്, പിന്നെ അങ്ങനെ കുറെ ഓർഗൻസിനെ കുറിച്ച് സാർ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഫലമായിട്ട് അത് കൂടുതൽ വരുന്ന സാധനത്തെ ഉൾക്കൊള്ളുവാനായിട്ട് നമ്മുടെ അബ്ഡോമൻ കാവിറ്റി വലുതാകുന്നതാണ് ഈ കുടവയർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ?
അബ്ഡോമിനൽ കാവിറ്റി വലുതാവും, കാരണം അവിടെ കൂടുതൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതെ, അതിനു ഉറപ്പ്. വേണ്ടിയാണ് ഈ വയറ് വലുതാകുന്നത് അല്ലേ? അതെ. അപ്പോ ഈ വലിയ വയറുള്ളവർ വളരെ സൂക്ഷിക്കണമെന്നാണ് ഇതിൽ നിന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അവർക്ക് കൂടുതൽ ഡെപ്പോസിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. പ്രഗ്നൻസി പീരീഡിൽ ലേഡീസിനെ സംബന്ധിച്ച് പ്രഗ്നൻസി പീരീഡിൽ വയറ് നന്നായിട്ട് വരും. പക്ഷെ ഈ അതെ. വയറ് വരുന്നത് അതുപോലെ തന്നെ ചുരുങ്ങുകയും ചെയ്യും. ആ പക്ഷെ ആ ചുരുങ്ങാത്തത് ആർക്കായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്ത് വളരെ കൂടുതലായിട്ട് ഡയറ്റിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരോ മറ്റു ഹോർമോണൽ ചലഞ്ചസോ ഉള്ളവരാണ്. ആ അപ്പോഴത് അത് തിരിച്ച് നോർമൽ ആ വയറിലേക്ക് എത്തുന്നില്ല. അപ്പോഴും ആ ശരീരം അവിടെ വാക്കന്റ് സ്പേസ് വിടാൻ പറ്റില്ലല്ലോ. ആ അപ്പൊ അവിടെ എന്തെങ്കിലും കൊണ്ട് നടക്കും. അല്ല സാറേ, അപ്പം നമ്മുടെയൊക്കെ ഇതില് ഇത് ഡെലിവറി കഴിയുമ്പോഴത്തേക്കും നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ആട്ടിൻ സൂപ്പൊക്കെ വെച്ച് 1-2 മാസമൊക്കെയാ കഴിക്കുന്നത്. അപ്പോ അത് അതൊക്കെ അത് പ്രധാനമായിട്ട് ഡെപ്പോസിറ്റുകളാണ്. എല്ലുകളുടെ ബലം, കാൽസ്യത്തിന്റെ അല്ലെങ്കിൽ ബ്ലഡ് ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ വേണം നമുക്ക് ആ ഒരു കാര്യത്തിന് മനസ്സിലാക്കാൻ. ആ അതെ, പക്ഷെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന പ്രവണത തെറ്റാണ്. അതെ. ആ പ്രഗ്നൻസി ഉണ്ട് അല്ലെങ്കിൽ ഈവൻ ഡെലിവറി കഴിഞ്ഞു, ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്, നമ്മൾ 2 നേരം 3 നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാര് ആ സമയത്ത് 6 നേരവും 8 നേരവും ഒക്കെ വിശക്കുമ്പോഴൊക്കെ എടുത്ത് ശരിയാണ്. കഴിക്കുക എന്ന് പറയുന്നത് ആ ഇൻസുലിന്റെ അളവ് കൂട്ടാൻ, സ്പൈക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓ ആ അതായിരിക്കും. പിന്നെ ഇൻസുലിൻ സ്പൈക്ക് നേരത്തെ പറഞ്ഞ ഫാറ്റ് ഡെപ്പോസിറ്റിലേക്ക് എത്തും. അതുകൊണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ടും പിന്നെ ഈ വണ്ണം വെക്കുകയും അതോടൊപ്പം തന്നെ വയറ് ചെറുതാകുകയില്ല. വയറ് പഴയ ഞാൻ ഇതിനു മുമ്പ് ഒരു സെഷൻ എടുത്തിരുന്നു. ഐ തിങ്ക് ഏജിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു. എനിവേ, ആ ജനറ്റിക് എടുത്തെടുത്തു. നിങ്ങളുടെ ഒബിസിറ്റിയും ഫാറ്റി ലിവറും കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സെഷൻ എടുത്തിരുന്നു. അതിനകത്ത് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് മുമ്പ് ആരോഗ്യം കുറവായിരുന്നു. ആ കുറഞ്ഞ ആരോഗ്യമുള്ള സമയത്ത് നല്ല ഒരു പരിരക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രഗ്നൻസി കെയർ ഉണ്ടായിരുന്നത്. ഇപ്പോഴ് സ്ത്രീകൾക്ക് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ ഒബിസിറ്റിയാണ്. അപ്പൊ അത് ഓ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുക ഓട്ടോമാറ്റിക്കലി. ഓക്കെ. അതുകൊണ്ടായിരിക്കും ഒരുപാട് പേർക്ക് ജ്യൂസ് ഒരുപാട് കുടിക്കും ഈ പ്രഗ്നൻസി പീരീഡ്. അത് അവർക്ക് പിന്നെ ഡയബറ്റിക് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഇതായിരിക്കും കാരണമെന്ന് തോന്നുന്നു അല്ലേ സാധ്യതയുണ്ട്. സാർ? അതെ. സാധ്യതയുണ്ട്. പിന്നെ സാറ് ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞല്ലോ, അത് പിന്നെ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ ഇതായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്ന ഫുഡ് അല്ലേ സാറേ? മെറ്റബോളിസം എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ഡൗണും അതിനുശേഷം സംയോജനവും, മീൻസ് ആദ്യം സ്പ്ലിറ്റ് ചെയ്തിട്ട് പല പല കണ്ടൻസ് ആക്കി കണികകളാക്കി മാറ്റിയിട്ട് പിന്നീട് അതിനെ വലിയ തന്മാത്രകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതെ, ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ഉപാപചയം. അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അമോണിയ ഇങ്ങനെ ആയിട്ട് മാറ്റിയിട്ട് അത് പിന്നെ മൂന്നും അടിഞ്ഞാടി എക്സ്ക്രീറ്റ് ആവുന്ന കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അതുപോലെ തന്നെ അമോണിയയും പുറത്തേക്ക് പോകേണ്ട സാധനങ്ങളാണ്. ഓക്കെ. അതെങ്ങനെയാ സാറേ? അഡിനോഡിൻ ഡൈഫോസ്ഫേറ്റും ട്രൈഫോസ്ഫേറ്റും ഒക്കെ ആയിട്ട് മാറുന്നതായിട്ട് സാർ പറയുന്നുണ്ട്. ADP, ATP. ഓക്കെ. അതിന്റെ സയൻസിലേക്ക് പോകേണ്ടെന്നാ ഞാൻ പറയാ. ഇത്രയും മനസ്സിലാക്കുക, നമ്മള് കഴിക്കുന്ന ഭക്ഷണം, ഇപ്പൊ ഒരു ബിരിയാണി കഴിച്ചു എന്ന് വിചാരിച്ചു. ഈ ബിരിയാണിക്കകത്തുള്ള ക്യാരറ്റും ബീറ്റ്റൂട്ടും അല്ലെങ്കിൽ പല സാധനങ്ങളും വെജിറ്റബിൾ ആണെങ്കിൽ അതിനകത്തുള്ള വെജിറ്റബിൾസ് ഒക്കെ മാറ്റി റൈസ് മാറ്റി നമ്മൾ വേറെ വേറെ എടുത്തതിന് ശേഷം വീണ്ടും ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ ചോറും സാമ്പാറും ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയായിട്ട് കണക്കൂട്ടിക്കും. ഓക്കെ 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 ഓക്കെ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ 5 റീസൺസ് സാർ പറഞ്ഞു ഇത് ഉണ്ടാകാനുള്ള സാധ്യതകള്. അതിൽ ഒന്ന് ഹീമോഗ്ലോബിന്റെ ആണ് പറഞ്ഞത്. പിന്നെ ഒരു സിൻഡ്രോം പറഞ്ഞു. അതിൽ എയ്ഡ്സിന്റെ കാര്യം പറഞ്ഞു സാറ്. അത് പ്രതിരോധ ശേഷി കുറയുന്നു, അതിലൂടെ എയ്ഡ്സ് ഉണ്ടാകുന്നു. അതാണോ സാർ ഉദ്ദേശിക്കുന്നത്? അല്ല, എയ്ഡ്സിൻ്റെതും ആയിട്ട് ഞാൻ ഇതിനെ ബന്ധപ്പെടുത്തിയിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് സിൻഡ്രോം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. എക്സാമ്പിൾ പറഞ്ഞതാ. അതെ, അതെ, ഒരു എക്സാമ്പിൾ. സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു കൂട്ടം ലക്ഷണങ്ങളാണ്. അതിൽ നിന്ന് കൂടുതൽ രോഗലക്ഷണങ്ങൾ, രോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. രോഗലക്ഷണങ്ങളാണത് അല്ലേ സാർ? ആ. അല്ല, ഏതെങ്കിലും 3 ഈ പറഞ്ഞ ഇതില് 5 എണ്ണത്തിൽ 3 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നമുള്ള മെറ്റബോളിക് ആളാണ്, സിൻഡ്രോം ഉണ്ടാവും. മെറ്റബോളിക് സിൻഡ്രോം ഉള്ള ആളാണെന്നാണ് സാർ പറഞ്ഞത്. പിന്നെ ഏജും സെഡിമെന്ററി ലൈഫ് സ്റ്റൈലും സ്ലീപ്പ് ഡിപ്രൈവേഷൻ, ഫാമിലി ഹിസ്റ്ററി, കിഡ്നി ഡിസീസ്, PCOS, NAFLD
ഇത് ഇത്രയും പറഞ്ഞു. അതില് ഫാമിലി ഹിസ്റ്ററിയാണ് എനിക്കൊന്ന് ഒരു ഡൗട്ട് തോന്നിയത്. ഫാമിലി ഹിസ്റ്ററിയുടെ മൂന്നല്ല 2 ഭാഗങ്ങളായിട്ട് നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്നും മാഡം കാണണം. അത് നോക്കാം. ജെനറ്റിക്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ തോതിൽ മാത്രമേ എഫക്ട് ചെയ്യുള്ളൂ. ഈ ജെനറ്റിക്സ് നമുക്ക് മാറ്റാൻ പറ്റാവുന്നതാണ് കുറെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് മെറ്റബോളിക് സിൻഡ്രോമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പക്ഷെ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതിനുള്ള സാധ്യത കണക്ക് കൂട്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി കെയർ എടുക്കണം, അത്രേ ഉള്ളൂ അർത്ഥം. കാരണം നമ്മുടെ ജീനുകൾക്ക് അറിയാം എങ്ങനെ പ്രവർത്തിക്കണം. അതെ സാറേ, ഇതില് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കൂടുതൽ അധികം വരുന്നതിന് നമുക്ക് പിന്നെ ആവശ്യം ഉണ്ടെന്ന് കരുതി ഒരു സ്റ്റോർ റൂമായിട്ട് ലിവർ പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അതിനോടനുബന്ധിച്ചുള്ള ഒരു ഓർഗൻ അല്ലേ സാറേ ഈ പാൻക്രിയാസും വരുന്നത്? അല്ല, ലിവറിനോട് അനുബന്ധിച്ചല്ല. ആക്ച്വലി ലിവറിന്റെ പല പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്നത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കോഗോണും ഇൻസുലിനും ഒക്കെയാണ്. അപ്പോ ഈ ഇവര് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്, ഓൾറെഡി റിലേഷൻ. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള നൈബറിന്റെ അടുത്ത് പോവോ അല്ല അറിയാത്ത ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുവോ? അറിയുന്നിടത്തേക്ക് പോവോ? ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ ലിവർ പാൻക്രിയാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ലിവർ അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഈ ലിവർ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് നമുക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്നതാണ്. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോഴാണ് അത് വീക്ക് ആകുന്നതെന്നാണ് ഞാൻ ഈ ലിവർ സ്റ്റിറോസിസോ അതൊക്കെ അതുപോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവരുതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെ, ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. എനിക്കൊരു സെഷൻ ഉണ്ട്, വേറൊരു സെഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഓക്കെ സർ, താങ്ക് യു. ഔട്ട് ചെയ്തോട്ടെ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. ആർക്കെങ്കിലും പേഴ്സണലി സംസാരിക്കണമെങ്കിൽ, ഈ ഒരു ഇഷ്യൂലാണെങ്കിലും പേഴ്സണലി സംസാരിക്കണമെങ്കിൽ എന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. സാറ് ഇങ്ങനത്തെ ഈ മെറ്റാബോളിസം ഒക്കെ കറക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാം. അതെ നമുക്കൊക്കെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ടാ ചോദിച്ചത്. പേടിക്കൊന്നും വേണ്ട, എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഇത് പേടിക്കാനുള്ള സെഷൻസ് അല്ല. പ്രത്യേകിച്ച് ഞാൻ ഒരു ഹെൽത്തിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും പേടിപ്പിക്കാനല്ല, നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. മേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും ഇത് മേക്കപ്പ് ചെയ്യാൻ നമ്മൾ ഈ കാര്യം രണ്ടുപേരോട് പറയാൻ ഉള്ള റെഡിയാക്കി എടുക്കുക. ഇതേ കുടവേറുണ്ടെങ്കിൽ ഇതേ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇന്നതൊക്കെയാണ്, ഇന്നൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റുന്ന റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശരിയാവും. പിന്നെ നമ്മൾ ശരിയായിരിക്കാൻ പറ്റത്തില്ല. അതെ സാറേ. താങ്ക് യു സർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ സാറിൻ്റെ ഏകദേശം ഒരു 100-ലധികം ക്ലാസ്സുകൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇടുന്ന ലിങ്ക് നോക്കിയാൽ മതി. ഇന്ന് ഞാൻ ഇതിന് ശേഷം ഇടുന്ന ഗ്രൂപ്പിലെ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ക്ലാസ്സുകളെല്ലാം ഒരു പ്ലേലിസ്റ്റായിട്ട് എല്ലാം ഞാൻ അങ്ങനെയാണ് ഇടുന്ന. ആ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പഴയ ക്ലാസ്സുകൾ കാണാം. 100 കണക്കിന് ക്ലാസ് ഉള്ളതുകൊണ്ട് ഏത് ക്ലാസ് എന്താണെന്ന് കണ്ടുപിടിച്ചെടുക്കാൻ പാടാണ്. എങ്കിൽ പോലും വളരെ ആധികാരികമായി സയൻറ്റിഫിക് ആയിട്ടുള്ള മനോഹരമായ ക്ലാസ്സാണ്. പക്ഷെ ടെക്നിക്കൽ ടേംസ് ഉണ്ട്. ആ ടേംസ് പല പ്രാവശ്യം നമ്മളൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ 100% റിസൾട്ടാണ്. ഈ കേൾക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ടെക്നിക്കൽ വേർഡ്സ് എല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയും. അതേസമയം ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി വളരെ കൃത്യതയോടുകൂടി സാർ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നത്. സാറിനൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലും സാർ ഇതൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇത്ര സിംപ്ലസ്റ്റ് ആയിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് മറ്റാരും അങ്ങനെ ക്ലാസ് എടുക്കത്തില്ല. പ്രത്യേകിച്ച് ഇത് ഫ്രീ ക്ലാസ് ആണെന്ന് പറയണം. നമ്മൾ ഫ്രീ ആയിട്ടാണ് ഈ ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ എത്രമാത്രം പെയിൻ ഉണ്ട്, എത്രമാത്രം അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ടെന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക്. എനിക്ക് ഷെയർ ചെയ്യുന്നതിനോട് താല്പര്യമില്ല, നിങ്ങൾ പറഞ്ഞിട്ടത് പറഞ്ഞ് മനസ്സിലാക്കി കേൾക്കുക, കുറച്ച് നോട്ട്സൊക്കെ കുറിക്കുക, എന്നിട്ട് അതിനെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളും. ഷെയർ ചെയ്ത ആരും ഇതൊന്നും കാണാൻ പോകുന്നില്ല. ഈ പറഞ്ഞ പോലെ തട്ടിപ്പോകുന്ന ഉറപ്പ് വന്നാൽ മാത്രമേ ഇതൊക്കെ കാണത്തുള്ളൂ. അതുവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഏതൊരു പ്രശ്നമാണെങ്കിലും നമ്മളെ അഫക്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ അത് കൃത്യമായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളതിനെക്കുറിച്ച് പഠിക്കും, വലിയ കാര്യമായിട്ട് അതിനെക്കുറിച്ച് ഗൂഗിളിനോടൊക്കെ ചോദിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കും, നമ്മൾ എക്സ്പേർട്ടാകും. വേറൊരാൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഓവർകം ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യും. നമുക്കാണെങ്കിൽ പോലും ഏറ്റവും മാക്സിമത്തിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങൂ.
അതന്നെ ഇത് ഭയങ്കര രസകരമാണ് ഈ സ്റ്റഡി. ഇങ്ങനത്തെ നമ്മുടെ ഇന്റേണൽ നല്ല സൈഡിലേക്കുള്ള correct. സ്റ്റഡി നല്ല ക്ലാസ് ആയിരുന്നു ആ ഭയങ്കര ടെക്നിക്കൽ വൈസ്. രസകരമായ ഒരു സ്റ്റഡിയാണ്. നമുക്ക് എത്ര പറഞ്ഞാലും തീരത്തില്ല. ഈ സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞ് വേറൊരു സാറിൻ്റെ ക്ലാസ് കേൾക്കും, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ക്ലാസ് കേൾക്കുമ്പോൾ മറ്റൊരു രീതിയിൽ നമുക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ അത്രമാത്രം കോംപ്ലക്സ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിനെ നമുക്ക് അത്ര ഈസി ആയിട്ടൊന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. പലത് തമ്മിൽ കൂട്ടി കണക്റ്റഡ് ആണ്. ഇപ്പൊ പറഞ്ഞില്ലേ, ഒരു ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ ആ പാർട്ട് തൈറോയിഡിലുണ്ട്. അങ്ങനെ എല്ലാത്തിലും അതിന്റെ കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതെ, അതെ. ഗർലിനുണ്ട്, ലെപ്റ്റിനിലുണ്ട്. ഇതിനെല്ലാത്തിൻ്റെയും കണക്ഷൻസ് ഇതുമായിട്ട്. അപ്പം ഇത് ഭയങ്കര ഇന്റർ കണക്റ്റഡാണ്. മനുഷ്യബന്ധങ്ങളെക്കാളും വലിയ ബന്ധമാണ് ഈ പരസ്പര എന്താ പറയുക, ഈ ഹോർമോണൽ ഇൻപുട്ടുകൾ തമ്മിലുള്ളത്. അപ്പം അതുകൊണ്ട് ഇത് രസകരമായൊരു പഠനമാണ്. ആരൊക്കെങ്കിലും ഒരു ചെറിയ ക്ലാസ് എടുക്കാൻ വേണ്ടി പഠിക്കുക. അപ്പം ഭയങ്കര ഗുണകരമായ ഒരു ക്ലാസ്സാണ് സലിൽ സാറിൻ്റെ കിട്ടിയെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന് അതെ, അതെ. ക്ലാസ് എടുക്കണമെങ്കിൽ സാറേ ആ. ആദ്യം നമ്മള് നന്നാവേണ്ടി വരും. വലിയ പ്രയാസാണ്. അതെ. നമ്മളെ കുടവയറ് കളയേണ്ടി വരും. കാരണം ഇത് വലിയ വൺസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ചെടുക്കാന്ന് വെച്ചാൽ അത്ര പാടാണ്. പാടാണ്. പറയാം, എൻ്റെ എക്സാമ്പിൾ പറയത്തില്ല, നമ്മളുടെ അതിർത്തി വേറൊരു പുള്ളിയുടെ അതിർത്തിയിലേക്ക് കൂട്ടി 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 കൊണ്ടുവരുന്ന പോലെയാണ് കുടവയറ് വരുന്നത്. പിന്നെ അത് അതെ, തിരിച്ച് അത്ര എളുപ്പമാണ്. അതെ. ഒരു സ്ഥലത്ത് ജനത്തിരക്കി നിൽക്കുമ്പോൾ രണ്ടുപേർക്കുള്ള സ്ഥലം ഇവർക്ക് വേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. അത് തന്നെയല്ല, അവർക്ക് സത്യത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും ആലോചിച്ചേ. കാരണം അവരത് അറിയുന്നില്ല, ആ സുഖകരമായ നോർമൽ ലൈഫ്. ഇത് വന്നു കഴിഞ്ഞാൽ ശ്വാസം ഒന്ന് ഉറങ്ങാൻ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടുകളാണ്, പല പല ബുദ്ധിമുട്ടുകൾ. അല്ല അപ്പൊ സാറേ, ഇതൊരു നമ്മളെ സിംറ്റമാണ്, ഓർക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ്. ആ സിംറ്റത്തിലൂടെ നമ്മളുടെ മെറ്റാബോളിക് ഫംഗ്ഷന്റെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണം എന്നാണ് സാറ് പറഞ്ഞ ക്ലാസ്സിന്റെ പാർട്ട്. അതിന്റെ സയന്റിഫിക് പാർട്ടൊക്കെ നമുക്ക് വിടാം. തീർച്ചയായിട്ടും അത് ഒരു തന്നെ. ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ശരീരം നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് മനസ്സിലാക്കണമെന്ന് പറയാം. ഓക്കെ, അതെ. താങ്ക് യു. വേറെ ആർക്കും എന്തെങ്കിലും ഷെയർ ചെയ്യണേ പറയൂ കേട്ടോ. ആർക്കെങ്കിലും എനിത്തിങ് കൂടുതൽ അറിയാമെങ്കിൽ. ഉഷാമ ഒന്നും പറഞ്ഞില്ല, റോഹിത് സാർ പറഞ്ഞില്ല. സാർ, ഇത് ഇപ്പൊ ഈ സമയത്ത് നമുക്ക് നോക്കുമ്പോ ഒത്തിരി പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ കുറിച്ചുള്ള ക്ലാസ് ആണ് പറഞ്ഞതേ. കുട്ടികൾ, ഒരു ആൺകുട്ടികളിലും ആണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ ഒരുപാട് ഇങ്ങനെ ഈ വയറ് ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഒരു ഹെൽത്തിൽ ശ്രദ്ധിക്കാഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഒത്തിരി പറഞ്ഞാൽ അവരത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യൊന്നുമില്ല. അവരുടെ ഫുഡ് സിസ്റ്റവും അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലായ്മയും ഒക്കെയാണ് അതിന് കാരണം. എന്നപ്പോ ഈ ക്ലാസ് ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് സാറെ ക്ലാസ് എടുത്തപ്പോഴാണ് കുറഞ്ഞ സമയം കൊണ്ട് വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസും അതിൽ സാർ ഉൾപ്പെടുത്തിയിരുന്നത്. തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ ഇതൊരു ക്ലാസ് എടുത്ത് മറ്റൊരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്കിത് വളരെ നല്ലൊരു ടൂളാണ്. ഒരുപാട് കാര്യങ്ങൾ സാർ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. എല്ലാ ആഴ്ചയിലും സാർ അങ്ങനത്തെ ക്ലാസ്സുകളാണ് കൊണ്ടുവരാറ്. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സാർ എടുത്തത്. അതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സർ. ഓക്കെ. സാറ് പോർഷൻ കൊണ്ടുവരുമ്പോ നമുക്കത് നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ സാർ ആ കണ്ടന്റ് എല്ലാം കൂടെ കൊണ്ടുവന്ന് അത് പ്രസന്റ് ചെയ്യുമ്പോ നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആ ഉണ്ടാകുന്നത്. സാറേ, നല്ല രസമാണ്. രസവുമാണ്. എല്ലാം നമ്മുടെ ഇന്റേണൽ പാർട്ടല്ലേ. ഇപ്പൊ ഈ വിഭാഗങ്ങളെല്ലാം നമ്മുടെ ശരീരത്തെ സജീവമാണ്. അപ്പൊ ആ സജീവമായ അവസ്ഥയിൽ നിന്നിട്ടാണ് നമ്മളിതൊന്നും അറിയാതെ വലിയ ഈ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇഷ്ടംപോലെ ബേക്കറി ഫുഡും നമ്മൾ പറയത്തില്ലേ ഫാറ്റി സെറ്റ്, നമ്മൾ ഓർക്കുന്നത് ഇതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്, നമുക്കുള്ളതല്ല എന്നുള്ള ഒരു വിചാരം കൂടി ഉണ്ട്. അതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും ഇന്നത്തെ ക്ലാസ്സിൽ. അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. നാളെ നമുക്ക് തിരുക്കുറൾ അതിന്റെ പുതിയ സെഷൻ നമുക്ക് കേൾക്കാം. സോ ഗുഡ് നൈറ്റ്, സീ യു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു.